ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമി കണ്ടക്ടർ ഫിസിക്സിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഇതിന് മുമ്പൊരു ലെക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു സെമി കണ്ടക്ടർ ഫിസിക്സിൻ്റെ. അതിനകത്ത് നമ്മൾ ഏകദേശം ബേസിക് ആയിട്ടുള്ള നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫെർമി ലെവൽ ആയിരിക്കും സെമി കണ്ടക്ടർ. ഇതിന് മുമ്പുള്ള ലെക്ചർ കാണണം, എങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം മനസ്സിലാവത്തുള്ളൂ. ഇതിന് മുമ്പുള്ള ഒരു ലെക്ചറിൽ നമ്മൾ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ്, ഡെൻസിറ്റി ഓഫ് ഹോൾ ഇൻ വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡെറിവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ക്ലിയർ ആവത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആ ലെക്ചർ കണ്ടിട്ട് ഇത് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫെർമി ലെവൽ ഇൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്നൊക്കെ അറിയാമല്ലോ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ, ഇപ്പോൾ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം, ഇങ്ങനെയുള്ള പ്യുവർ സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരുടെ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷനും ഹോളിന്റെ കോൺസെൻട്രേഷനും എല്ലാം നമ്മൾ കഴിഞ്ഞ വട്ടം ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. ഇനിയും എനർജി ലെവൽ അല്ലെങ്കിൽ ഫെർമി ലെവൽ എന്ന് പറയുന്ന ഒരു എനർജി ലെവൽ ഉണ്ട്. അത് എവിടെയായിട്ടാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഫെർമി ലെവൽ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ പറഞ്ഞുതരാം. കാരണം നിങ്ങളുടെ മൊഡ്യൂളിൽ നിങ്ങളിത് പഠിക്കുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ. താഴെ വാലൻസ് ബാൻഡ് ഉണ്ട്, മുകളിൽ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതിന്റെ ഇടയിൽ കാണുന്ന ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡിൽ കാണുന്ന ഒരു എനർജി ലെവലിനെയാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് വിളിക്കുക കേട്ടോ. ഫെർമി ലെവൽ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ 0 ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഹയസ്റ്റ് എനർജി ലെവലാണ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് കാണുന്ന ഒരു ലെവലാണ് ഈ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ മെറ്റീരിയലിനെ ചൂടാക്കുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ഫെർമി ലെവലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് എനർജി കിട്ടും. ഇവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ജമ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 50% പ്രോബബിലിറ്റി ഉള്ളൂ ഫെർമി ലെവലിൽ ഇലക്ട്രോൺസിനെ കാണാനുള്ള. അപ്പോൾ അറ്റ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഹയസ്റ്റ് amount of electrons are seen in Fermi level കേട്ടോ. അതാണ് ഫെർമി ലെവലിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫെർമി ലെവൽ എപ്പോഴും കാണുന്നത് വാലൻസ് ബാൻഡിന്റെയും കണ്ടക്ഷൻ ബാൻഡിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിട്ടായിരിക്കും കാണുക. അപ്പോൾ എവിടെയാണ് ഇത് ആക്ച്വലി സിറ്റുവേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു ഡെറിവേഷൻ ആയിട്ടാണ്, നമ്മൾ ചുമ്മാ അങ്ങ് പറയുമല്ല, ഇവിടെ ഉണ്ട് എന്ന് പറയുമല്ല, നമ്മൾ ഇതിനെ ഡിറൈവ് ചെയ്തിട്ട് നമ്മൾ മാത്തമാറ്റിക്കലി നിങ്ങൾ സോൾവ് ചെയ്ത് കാണും ഇവിടെയാണ് ഫെർമി ലെവൽ എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം നോക്കിക്കോ, ഇത് നമ്മുടെ കഴിഞ്ഞ ലെക്ചറിൽ നിന്ന് വരുന്ന ഒരു ഒരു ഇക്വേഷൻ ആണ്. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻ ദി കണ്ടക്ഷൻ CB എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡ് കേട്ടോ. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതിന്റെ കോൺസെൻട്രേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. NE = NC e⁻ - EC/kT എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ NCന്റെ വാല്യൂ ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ലെക്ചറിലാണ് കേട്ടോ, അപ്പോൾ അത് കണ്ടിട്ട് വരണേ. അപ്പം ഇവിടെ NCയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. EF എന്ന് പറയുന്നത് ഫെർമി എനർജി ലെവലാണ്. EC എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന്റെ ഏത് എനർജി ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇലക്ട്രോൺ എവിടെ ഉണ്ടെന്ന് ഏത് കണ്ടക്ഷൻ ബാൻഡിലാണോ നമ്മൾ എനർജി ലെവൽ കൺസിഡർ ചെയ്യുക, ആ എനർജി ലെവലായിരിക്കും. ഇപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ നമുക്ക് ഒരുപാട് ലെവൽസ് ഉണ്ടല്ലോ. അപ്പോൾ ഏതൊരു പർട്ടിക്കുലർ ലെവലിലാണല്ലോ ഇലക്ട്രോൺ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഈ EC എന്ന് പറയുന്നത്. KT ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും ആണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ തന്നെ ഹോൾ കോൺസെൻട്രേഷൻ ഇൻ വാലൻസ് ബാൻഡ് VB എന്ന് പറയുന്നത് വാലൻസ് ബാൻഡ് ആണ്. VB NH = NB e⁻ - EF/kT. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിറൈവ് ചെയ്തെടുത്തത്. ഓക്കെ, ഇവിടെ NCന്റെ വാല്യൂ NVന്റെ വാല്യൂ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നോക്കിക്കോ, ഇത് നമുക്ക് ആവശ്യം വരും, ഇപ്പോഴല്ല പിന്നീട് ആവശ്യം വരുന്ന ഒരു ഇക്വേഷൻ ആണ്. അന്നേരം ഞാൻ പറയാം കേട്ടോ. NV/NC, നമ്മൾ ഈ NVയും NCയും കൂടി ഡിവൈഡ് ചെയ്തു. NV/NC ചെയ്യുമ്പോൾ ബാക്കി ഇതെല്ലാം കട്ടായി പോവല്ലോ. 2 2π KT H² ഇതെല്ലാം കട്ടായി പോകും. ബാക്കി എന്ത് വരും? MH*/ME* വരും അല്ലേ. ഇങ്ങനെ വരും. ഇതൊന്ന് റേഷ്യോ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റിൽ ആവശ്യമുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ അതിനെ ഒരു ബോക്സിനകത്താക്കി മാറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ഇനി ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടീഷൻ എന്താ? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ സിലിക്കൺ മാത്രം അല്ലെങ്കിൽ ജെർമേനിയം മാത്രം കാണുന്ന പ്യുവർ സെമി കണ്ടക്ടർ ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പം
ഇവരെല്ലാം ഇപ്പം കോവാലന്റ് ബോണ്ടിൽ നിൽക്കുക അല്ലെ. ഒരു ഇലക്ട്രോൺസ് പോലും ഇവിടെ വെറുതെ ഇല്ല, എല്ലാ ഇലക്ട്രോൺസും കോവാലന്റ് ബോണ്ടിൽ നിൽക്കാം. സപ്പോസ് നമ്മൾ എന്താ ചെയ്യുക, ഹീറ്റ് ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ കണ്ടീഷൻസ് ഈ ഒരു സെമി കണ്ടക്ടറിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും അല്ലെ. കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് വന്നാൽ അവിടെ ഒരു ഹോള് ജനറേറ്റ് ചെയ്യും. 2 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ 2 ഹോള് ജനറേറ്റ് ചെയ്യും. 3 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ 3 ഹോള് ജനറേറ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും ഇൻ കേസ് ഓഫ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഈക്വൽ ആണെന്ന് പറയാമല്ലോ. ഒരു ഇലക്ട്രോൺ വന്നാൽ അവിടെ ഒരു ഹോള് ജനറേറ്റ് ചെയ്യും, 2 ഇലക്ട്രോൺ വന്നാൽ അവിടെ 2 ഹോള് ജനറേറ്റ് ചെയ്യും. അപ്പൊ എത്ര ഇലക്ട്രോൺസ് പോരുന്നു അതിനനുസരിച്ചിട്ട് ഹോള് വരും. അപ്പൊ ഈ ഒരു കേസാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് കേട്ടോ. In case of an intrinsic semiconductor, Ne concentration of electron in the conduction bandum concentration of hole in the valence bandum എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് അപ്പൊ എന്തെന്ന് പറയാം, Ni intrinsic concentration Ni എന്ന് പറയാം. ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പറഞ്ഞതാണ് Ne is equal to NH ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് Ni എന്ന് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ഇനി നമുക്ക് ഈ NEയും NHും ഈക്വൽ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ രണ്ട് വാല്യൂസിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. Ne is equal to NH. NEയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്, NHന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. രണ്ടും ഈക്വൽ, NEയും NHും ഈക്വൽ. LHS രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് RHSനെ ഇക്വേറ്റ് ചെയ്യാം. RHSനെ ഇക്വേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, NC ഈ എഴുതിയിരിക്കുന്നത് e raised to EF minus EC by KT, NV e raised to EV minus EF by KT. ഈ ഇക്വേഷൻ നമ്പർ 1 എടുത്തു. ഇനി നമുക്ക് ഈ e raised to ഉണ്ടല്ലോ, ഈ e raised to മാറ്റണം എങ്കിലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ e raised to മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം അറിയാവുന്ന ഒരു വഴി എന്താ, ലോഗ് എടുക്കുക അല്ലെ. ലോഗ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോത്ത് സൈഡ് അല്ലെ, ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്. ഇക്വേഷൻ 1ന്റെ LHSലും RHSലും നമ്മൾ ലോഗ് എടുക്കുന്നു. ln NC e raised to EF minus EC by KT is equal to ln NB e raised to EV minus EF by KT. നമ്മൾ രണ്ടിടത്തും ലോഗ് എടുത്തു. ഇതിപ്പോ നോക്കിക്കേ, ഇത് ഏത് ഫോമിലാ കിടക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഗ് ഓഫ് എ ബി. ലോഗ് എ ബി എന്ന് പറയുന്നതിനെ നമുക്ക് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന NC എന്ന് പറയുന്നതിനെ എ ആയിട്ടും ബാക്കി ഇ റേസ് ടുവിന്റെ ടേമിനെ ബി ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ ഇത് ലോഗ് എ ബി ഫോമിലാണല്ലോ കിടക്കുന്നത്. രണ്ടും LHSലും RHSലും കിടക്കുന്ന ടേം. അപ്പൊ നമുക്ക് ഇതിനെ ലോഗ് എ പ്ലസ് ബി എന്ന് എഴുതാമല്ലോ. അതാണ് അടുത്ത സ്ലൈഡിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ln NC ലോഗ് എ പ്ലസ് ലോഗ് ബി ഇസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നുള്ള ഫോർമാറ്റിൽ എഴുതി. നമ്മുടെ ഇക്വേഷനെ ആ ഫോർമാറ്റിൽ എഴുതി. ഇനി നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് എന്താ, e raised to x, ln e raised to x, log of e raised to x നെ നമുക്ക് x എന്ന് എഴുതാമല്ലോ. ലോഗും ഇയും കൂടെ ക്യാൻസൽ ആവും, അപ്പൊ നമുക്ക് അതിനെ x എന്ന് എഴുതാം. അതേ സംഭവം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ln e raised to, അപ്പൊ എല്ലും ഇയും കൂടെ വന്നപ്പോൾ അത് ക്യാൻസൽ ആയിട്ട് സിംപ്ലി നമ്മുടെ e raised ടുന്റെ മുകളിൽ കിടക്കുന്ന ടേം മാത്രം വരും. ഇവിടെ അങ്ങനെ തന്നെ. അതാണ് അടുത്ത ഇക്വേഷനിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. ln NC plus EF minus EC by KT equal to ln NV plus EV minus EF by KT. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി എന്താ, നമുക്ക് ഇതിങ്ങനെ വെച്ചാൽ ശരിയാവത്തില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ കോമൺ ആക്കണം. ഇവിടെ EF മൈനസ് ECക്ക് മാത്രമേ ഉള്ളൂ KT. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, KTനെ ഇവിടെയും കൂടി കൊടുക്കണം, ln NCക്കും കൂടെ കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ln NVക്കും കൂടിയിട്ട് നമ്മൾ KT കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ മുകളിലും താഴെയും KTയും കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്റർ കോമൺ ആക്കി. ഡിനോമിനേറ്റർ കോമൺ ആക്കിയിട്ട് എഴുതിയിരിക്കുന്ന സ്റ്റെപ്പാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. KT ln NC പ്ലസ് EF മൈനസ് EC ബൈ എല്ലാത്തിനും കൂടെ കോമൺ KT. ഇവിടെ അതുപോലെ കോമൺ KT. ഇനി നോക്കിക്കേ, LHSലും RHSലും ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ട് KT കിടപ്പുണ്ടല്ലോ. അപ്പൊ നമുക്ക് KTനെ അങ്ങ് കട്ട് ചെയ്ത് കളയാമല്ലോ. ഓക്കെ, അപ്പൊ KTനെ കട്ട് ചെയ്ത് കളഞ്ഞു. KTനെ കട്ട് ചെയ്തിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. KT ln NC പ്ലസ് EF മൈനസ് EC ഈക്വൽ ടു KT ln NV പ്ലസ് EV മൈനസ് EF. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്ററിന്റെ KT ക്യാൻസൽ ആയി പോയി കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ, നമ്മൾ EF നമുക്ക് ഫെർമി എനർജി ലെവൽ അല്ലേ കണ്ടുപിടിക്കേണ്ടത്.
അപ്പൊ ഈ എഫിനെ നമ്മൾ ഒരു സൈഡിലിടും, ബാക്കി എല്ലാ ടേംസിനെ നമ്മൾ മറ്റേ സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ LHSൽ EF ഇട്ടേക്കുക. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു EF ഉണ്ട് LHSൽ. ഇപ്പുറത്തെ -EF ഉണ്ടല്ലോ, ഈ EFനെ ഞാൻ LHSലോട്ട് കൊണ്ടുവരുമ്പോൾ അതെന്താവും? +EF ആവും. അതായി എഴുതി വെച്ചിരിക്കുന്നത് EF + EF is equal to, ഇനിയും ബാക്കി ടേംസിനെ എല്ലാം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകും. ഓൾറെഡി റൈറ്റ് ഹാൻഡ് സൈഡിൽ KT LN NV കിടപ്പുണ്ട്. ഇനിയും ഇവിടുത്തെ KT LN NC നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും. ഓൾറെഡി ഇവിടെ EV കിടപ്പുണ്ട്. ഇവിടുന്ന് EC നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ +EC ആയി. അങ്ങനൊന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്തു. ഇനിയും EF + EF എന്താ? 2EF ആണെന്നറിയാം. ഓക്കെ, അത് എഴുതി. ഇനിയും ഇത് നോക്കിക്കേ, ഇവിടെ നമ്മൾ ഈ EV + EC അതങ്ങ് പോട്ടെ. ഇവരെ രണ്ടുപേരെ നോക്കിക്കേ. ഇവരുടെ രണ്ടുപേർക്കും ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താ? KT രണ്ടുപേരിലും കോമൺ ആണ്. അപ്പൊ ഞാൻ KT നെ കോമൺ ആയിട്ട് എടുത്തു. KT നെ കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പം KT കോമൺ ബ്രാക്കറ്റിനകത്ത് LN NV - LN NC എന്ന് കിട്ടും അല്ലേ? അപ്പൊ log A - log B നെ നമുക്ക് എങ്ങനെ എഴുതാം? log A/B. അപ്പം അതിനെ ഞാൻ log A/B എന്ന് എഴുതി. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടോട്ട് എഴുതാം. KT നെ കോമൺ എടുത്തു. KT നെ കോമൺ എടുക്കുമ്പം LN NV - LN NC എന്ന് കിട്ടും. ഇതെന്ത് ഫോമുല കിടക്കുന്നത്? log A - log B which is equal to log A/B ഫോമുല. കണ്ടോ? അപ്പൊ എന്തോ എഴുതാം? KT LN NV / NC. കണ്ടോ? ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൈഡിലോട്ട് എഴുതിയതാണ്. ശരി, അത്ര എഴുതി. +EV + EC അവിടെ തന്നെ കിടപ്പുണ്ട്. 2EF is equal to KT LN. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ ഫസ്റ്റ് ഈ ഡെറിവേഷൻ തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ NVയുടെയും NCയുടെയും വാല്യൂ ഞാൻ ഇവിടെ സൈഡിൽ മാറ്റിയിട്ടിട്ടുണ്ട്. NV / NC ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു ബോക്സിനകത്താക്കി ഇട്ടേക്കുണ്ടായിരുന്നു അല്ലേ? ആ വാല്യൂസ് ഒന്ന് പോയി നോക്കണേ. അവിടെ എന്താ നമുക്ക് NV / NC കിട്ടിയത്? NV / NC ചെയ്തപ്പോൾ ബാക്കിയെല്ലാം കട്ടായി പോയി. MH*/ME* എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ. ഇത് എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ അതെടുത്ത് നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ ഇവിടെ ഹോളും മൂവ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ MH*ന്റെയും ME*ന്റെയും എഫക്റ്റീവ് മാസിനെ നമ്മൾ അങ്ങ് ഈക്വൽ ആണെന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, ഈക്വൽ ആവുമ്പോ എന്താവും? MH*ഉം ME* ഈക്വൽ ആ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും ഈക്വൽ ആണെങ്കിൽ നമുക്കത് കട്ടാവുമല്ലോ. കട്ടാവുമ്പോൾ അത് എന്തായി? 1 ആയിട്ട് മാറി അല്ലേ? അപ്പൊ LN MH*/ME* നെ നമുക്ക് LN1 എന്ന് എഴുതാം. log 1ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ, log 1 0 ആണെന്നറിയാം. ഓക്കെ, ഇനി നമുക്ക് ഈ കിട്ടിയ വാല്യൂ നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? 2EF is equal to, നമ്മുടെ ലോഗിന്റെ ടേംസ് ഇപ്പൊ പോയി അല്ലേ? 0 ആയി പോയി. ബാക്കി ആരേ ഉള്ളൂ? EV + EC. ഓക്കെ, ഇതിനെ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? EF is equal to, ഇവിടെ കിടക്കുന്ന 2നെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു, EC + EV/2. ഓക്കെ, ഇവിടെ വരെ പിടികിട്ടിയല്ലോ. പക്ഷെ നമുക്ക് അങ്ങോട്ടൊരു കറക്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇക്വേഷൻ അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ചെറിയൊരു മാനിപ്പുലേഷൻ ഇവിടെ ചെയ്തു. EC + EV/2നെ ഞാൻ EC - EV/2 മാറ്റി +EV എഴുതി. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ, EVയുടെ ഡിനോമിനേറ്റർ 2 ആക്കി ഒന്ന് ചെയ്ത് നോക്കിക്കേ. EC - EV/2 +EV എന്ന് പറയുന്നത് EC + EV/2 എന്ന് തന്നെ വരും കേട്ടോ. ജസ്റ്റ് ഞാൻ മാത്തമാറ്റിക്കലി ഒന്ന് മാനിപ്പുലേഷൻ ചെയ്തേ ഉള്ളൂ. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യത്തില്ലേ, +- അങ്ങനെ ഇട്ട് ചെയ്യത്തില്ലേ, അതേപോലെ. അപ്പൊ ഇത് ജസ്റ്റ് ഞാനൊന്ന് ആ ഒരു ഫോമിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ EC + EV/2നെ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഡിനോമിനേറ്റർ കോമൺ ആക്കി ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ EC + EV/2 എന്ന് തന്നെ ഈ എഴുതിയിരിക്കുന്ന സാധനം കിട്ടും കേട്ടോ. ഓക്കെ, ശരി. ഇനി ഞാൻ എന്തിനാ ഇവിടെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ EC - EV എന്താണെന്ന് നമുക്കറിയാം. EC എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോ, ഫിഗറിലോട്ട് നോക്കിക്കോ. EC എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ഷൻ ബാൻഡിന്റെ ബോട്ടം ആയിട്ടുള്ള ഒരു ഭാഗം. അതിനെയല്ലേ നമ്മൾ EC എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഞാൻ ഇവിടോട്ട് മാർക്ക് ചെയ്ത് തരാം. കണ്ടോ? ഇതാണ് EC, കണ്ടക്ഷൻ ബാൻഡിന്റെ ലോവർ മോസ്റ്റ് ലെവലിനെയാണ് നമ്മൾ EC എന്ന് പറയുന്നത്. അതുപോലെ EV എന്ന് പറയുന്നത് എന്താ? വാലൻസ് ബാൻഡിന്റെ ടോപ്പ് ലെവലിനെയാണ് നമ്മൾ EV എന്ന് പറയാം.
ഇനി ഇ ജി എന്ന് പറഞ്ഞാൽ എന്താ? ഇ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള ഇ സിയുടെയും ഇ വിയുടെയും ഇടയ്ക്ക് വരുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇ ജി, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ബാൻഡ് ഗ്യാപ്പ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇ സി ഇ വി ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു റീജിയൻ, ഇതിനെയാണ് നമ്മൾ ഫോർബിഡൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്നൊക്കെ വിളിക്കും. അപ്പൊ ബാൻഡ് ഗ്യാപ്പ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? ഇ സി അപ്പർ മോസ്റ്റ് മൈനസ് ലോവർ മോസ്റ്റ്, ഇ സി മൈനസ് ഇ വി ഈസ് ഈക്വൽ ടു ഇ ജി എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലെ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇ സി മൈനസ് ഇ വി ഈസ് ഈക്വൽ ടു ഇ ജി, വേർ ഇ ജി ഈസ് ദ ഫോർബിഡൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്നൊക്കെ വിളിക്കും. ഇത് നമുക്കറിയാം. അപ്പൊ ഇവിടെ കണ്ടോ, ഇ സി മൈനസ് ഇ വിയുടെ അവിടെ ഞാൻ ഈ ഇ ജി കൊണ്ടുവന്ന് എഴുതി. അപ്പൊ ഇ എഫ് ഇസ് ഈക്വൽ ടു എന്തോ കിട്ടും? ഇ ജി ബൈ 2 പ്ലസ് ഇ വി എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ ഇ വി എന്ന് പറയുന്ന ലെവല്, നമ്മുടെ ബാലൻസ് ബാൻഡിന്റെ ഈ ലെവലിനെ നമ്മളൊരു 0 ലെവലായിട്ട് തൽക്കാലം കൺസിഡർ ചെയ്യുക. ഇ വി ഇസ് ഈക്വൽ ടു 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ എഫ് ഇസ് ഈക്വൽ ടു എന്തോ കിട്ടും? ഇ ജി ബൈ 2 കിട്ടത്തില്ലേ? അപ്പൊ ഇതിന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഫോർ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ the Fermi level EF always lies between എന്ന് പറഞ്ഞാൽ എവിടെയാ? കറക്റ്റ് സെന്ററിൽ, കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും എന്താ സെന്ററിലായിട്ടായിരിക്കും നമുക്ക് ഇ എഫ് ഫെർമി ലെവലിനെ കാണാൻ പറ്റുന്നത്. കണ്ടോ, ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ ഇ ജി ബൈ 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്യാപ്പിന്റെ ഒത്ത നടുക്കായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇൻ കേസ് ഓഫ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ഇവിടെ ടെമ്പറേച്ചർ ഒന്നുമില്ല, 0 ടെമ്പറേച്ചർ, നമ്മളൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇവരുടെ കേസിൽ എപ്പോഴും ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഏറ്റവും നടുക്കായിട്ട്, ഇതായിരുന്നു നമ്മുടെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ ഫെർമി ലെവലിന് എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് ഡെറിവേഷൻ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പടം മാത്രം വരച്ച് ഈ ഒരു പോയിന്റ് എഴുതിയാൽ മതി. അപ്പൊ ഇൻട്രിൻസിക് ആണ് കൂടുതൽ നമുക്ക് ഇച്ചിരി ഡെറിവേഷൻ ആവശ്യമുള്ളത് കേട്ടോ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ നമുക്ക് ഡെറിവേഷൻ ഇല്ല. അപ്പൊ നോക്കിക്കോ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്തെടുത്തേ. നമ്മുടെ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പറഞ്ഞു എന്താ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ? ഡോപ്പ് ചെയ്ത സെമി കണ്ടക്ടർ അല്ലേ. ഇപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ എന്താ ഒരു പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ഏതെങ്കിലും ഡോപ്പ് ചെയ്തു അല്ലേ. ഇപ്പൊ നമ്മൾ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് എന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉള്ള അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എലമെന്റ്സിനെയാണ് നമ്മൾ ഡോപ്പ് ചെയ്യുന്നെങ്കിൽ അവരെ നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും, ഇനി നമ്മൾ അതല്ല ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് വരുന്ന അവരെയാണ് നമ്മൾ ഡോപ്പ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഡോപ്പ് ചെയ്യുന്നെങ്കിൽ അവരെയാണ് നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിൽ എന്താ സംഭവിക്കാം? എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മളൊരു പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റിനെ കൊണ്ടുവന്ന് ഡോപ്പ് ചെയ്ത് കഴിയുമ്പം സിലിക്കണിന് എത്ര ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ജെർമേനിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാ? 4 ഇലക്ട്രോൺസാ ഉള്ളത് അല്ലെ. സിലിക്കൺ പറയാം നമുക്ക് 4 ഇലക്ട്രോൺസ്. അപ്പൊ പെൻറ്റാവാലന്റ് പക്ഷേ ഇമ്പ്യൂരിറ്റിയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇവരെ തമ്മിൽ നമ്മൾ ഡോപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? 4 ഇലക്ട്രോൺസ് തമ്മിൽ ബോണ്ട് ചെയ്യും. സിലിക്കണിന്റെ 4 ഇലക്ട്രോണും നമ്മുടെ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റിന്റെ 4 ഇലക്ട്രോൺസും തമ്മിൽ ഡോപ്പ് ആവും. പക്ഷെ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റിന്റെ 1 ഇലക്ട്രോണിന് ഇപ്പൊ എന്ത് ചെയ്യാം? ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, വേറെ ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ഇവരെന്താവും? ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് നമ്മുടെ ലാറ്റിസിൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മൾ ഒരു പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റിനെ ഡോപ്പ് ചെയ്ത കാര്യം ഇപ്പൊ പറഞ്ഞത്. ഇതുപോലെ നമ്മൾ കുറേ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസിനെയാണ് ആ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് കൊണ്ടുവന്ന് ഡോപ്പ് ചെയ്തെങ്കിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ആ ഒരു നമ്മുടെ ലാറ്റിസിൽ ഉണ്ടാവും അല്ലേ. ഈ ഇലക്ട്രോൺ ഒക്കെ എവിടെയാ പോയി നിൽക്കുക? ഈ ഇലക്ട്രോൺ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിലും പോകത്തില്ല, വാലൻസ് ബാൻഡിലും പോകത്തില്ല. പകരം ഇവർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഡോട്ടഡ് 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 ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഡോട്ട് ഡോട്ട് ഡോട്ട്. ഇതാണ് എക്സ്ട്രാ ഇലക്ട്രോൺ എനർജി ലെവൽ എന്ന് നമ്മൾ വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഡോണർ എനർജി ലെവൽ എന്നും വേണമെങ്കിൽ
നമുക്ക് പറയാം കേട്ടോ, ഡോണർ എനർജി ലെവൽ. അപ്പൊ ഡോണർ എനർജി ലെവൽ എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ ഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ ഡിനോട്ട് ചെയ്തു. കാരണം എന്താ, ഡൊണേറ്റ് ചെയ്യല്ലേ. എന്താ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അവർ ഇലക്ട്രോൺസ് അധികമായിട്ട് കൊടുക്കുക അല്ലെ, നമ്മുടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് അധികമായിട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് അതൊരു എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആയത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡോണർ എനർജി ലെവൽ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ഈ അധികം വരുന്ന ഇലക്ട്രോൺസ് എല്ലാവരും കൂടിയിട്ട് നമ്മൾ പറഞ്ഞു ഒരു പുതിയ എനർജി ലെവൽ, അതും കണ്ടക്ഷൻ ബാൻഡിന്റെ താഴെയായിട്ട് ഒരു എനർജി ലെവലിലായിരിക്കും പോയി നിൽക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെറിയൊരു ഹീറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ ഈ ഇലക്ട്രോൺസ് പെട്ടെന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്ത് അവിടെ കണ്ടക്ടിവിറ്റി ഹൈ ആക്കി കൊടുക്കും. ഈ നമ്മൾക്ക് എന്താ നോക്കേണ്ടത്, ഫെർമി എനർജി ലെവൽ എവിടെയാണെന്ന് അല്ലേ. അപ്പൊ സാധാരണ ഫെർമി എനർജി ലെവൽ എവിടെയാണെന്ന് നമ്മൾ പഠിച്ചത്, ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടർ ഫെർമി ലെവൽ ഒത്ത നടുക്കായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. പക്ഷേ ഇപ്പൊ ഫെർമി എനർജി ലെവൽ ഇപ്പൊ കോൺസെൻട്രേഷൻ എവിടെയായി കൂടുതൽ, നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തായിട്ടാണ്. കണ്ടോ, ഡോണേഴ്സ് എല്ലാം കൂടി ഇവിടെ പോയി നിൽക്കുന്നത് കൊണ്ട് ഇവിടെ കോൺസെൻട്രേഷൻ അങ്ങ് കൂടി. അപ്പോൾ ഫെർമി എനർജി ലെവൽ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. സെന്ററിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിന്റെയും നമ്മുടെ ഈ ഒരു ഡോണർ എനർജി ലെവലിന്റെയും നടുക്കായിട്ട് നമ്മുടെ ഫെർമി ലെവൽ അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. കണ്ടോ, അപ്പൊ എവിടെയാണോ കോൺസെൻട്രേഷൻ കൂടുക അങ്ങോട്ടേക്കായിരിക്കും ഫെർമി ലെവൽ ഷിഫ്റ്റ് ആകുക. അപ്പൊ എപ്പോഴും ഇത് കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും കാണുക. അപ്പൊ ഇവിടെ ഇൻ കേസ് ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇത് കാണുന്നത് ഡോണർ എനർജി ലെവലിന്റെയും കണ്ടക്ഷൻ ബാൻഡിന്റെയും തൊട്ട നടുക്കായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ടടുത്തായിട്ട്. ഇനിയും പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിൽ എന്താ, നമ്മളൊരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിനെയാണ് ഡോപ്പ് ചെയ്യുന്നത്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസേ ഉള്ളൂ. സിലിക്കണിന് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിൽ 4 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പം 4ഉം 3ഉം കൂടി ബോണ്ട് ആവും. 4ഉം 3ഉം കൂടി ബോണ്ട് ആയാൽ എന്താ സംഭവിക്കുന്നത്, ഒരു ഇലക്ട്രോണിന് ബോണ്ട് ചെയ്യാൻ ആളില്ല. അപ്പൊ ഇതെന്തായിട്ട് മാറും, അവിടെ ഹോള് ഫോം ചെയ്യും അല്ലെ, ഒരു ഹോള് ഫോം ചെയ്യും. ഡെഫിഷ്യൻസി ആണ് അവിടെ കാണിക്കുന്നത്, ഒരാൾക്ക് ആളില്ല, അപ്പം അവിടെ ഹോള് ഫോം ചെയ്യും. അതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ആരായിരിക്കും, ഹോൾസ് ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. അവിടെ ഒരു ഡെഫിഷ്യൻസി ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ ഒരു ഹോള് ഫോം ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞു ഹോൾ എവിടെയാ ഫോം ചെയ്യുക, ഇലക്ട്രോൺസ് ആണെങ്കിൽ അവർ കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തൊരു ലെവൽ ഫോം ചെയ്ത് അവിടെ പോയി നിൽക്കും. ഹോൾ ആയതുകൊണ്ട് അവർ എന്താ ചെയ്യുക, വാലൻസ് ബാൻഡിന്റെ അടുത്തായിട്ട് ദേ കണ്ടോ ഇവിടെ ഒരു എനർജി ലെവൽ മേക്ക് ചെയ്തിട്ട് ഇവരെ ഹോൾസ് എല്ലാം കൂടി ഇവിടെ നിൽക്കും. ഇത് ലെവലിനെ നമ്മൾ അക്സെപ്റ്റർ ലെവൽ എനർജി ലെവൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ, അക്സെപ്റ്റർ എനർജി ലെവൽ. അപ്പൊ ഇതിനെ ഞാൻ അക്സെപ്റ്റർ എനർജി ലെവൽ ആയതുകൊണ്ട് ഈ എ എന്ന്, അക്സെപ്റ്റർ അല്ലേ, ഇവർക്ക് ഡെഫിഷ്യന്റ് അല്ലേ, അപ്പൊ ഇവർക്ക് വേണം, അതുകൊണ്ടാണ് നമ്മൾ ഇവരെ അക്സെപ്റ്റർ എന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ, ഈ എ എന്ന് വിളിച്ചു. അപ്പൊ ഇവരെവിടെയാ, വാലൻസ് ബാൻഡിന്റെ തൊട്ടടുത്തായിട്ട് ഈ ഹോൾസ് എല്ലാം കൂടി ഒരു എനർജി ലെവൽ ഫോം ചെയ്ത് അവിടെ ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ ഇവിടെ എവിടെയാ കോൺസെൻട്രേഷൻ കൂടുതൽ, ഇലക്ട്രോൺസിനല്ലല്ലോ കോൺസെൻട്രേഷൻ കൂടുതൽ, ഇവിടെ കോൺസെൻട്രേഷൻ ഈ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിൽ ഹോൾസിനായിരിക്കും കോൺസെൻട്രേഷൻ കൂടുന്നത്. അപ്പം നമ്മുടെ ഫെർമി ലെവൽ എന്ത് ചെയ്യും, നടുക്ക് നിൽക്കുന്ന ഫെർമി ലെവൽ പെട്ടെന്ന് കോൺസെൻട്രേഷൻ കൂടിയടുത്തേക്ക് വരും. ദാറ്റ് ഈസ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് അക്സെപ്റ്റർ എനർജി ലെവലിന്റെ ഇടയ്ക്ക് കണ്ടോ, ഞാൻ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതാണ് ഫെർമി ലെവലിന്റെ വ്യത്യാസം. അപ്പൊ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഫെർമി ലെവൽ ഇ ജിയുടെ തൊട്ട് സെൻട്രലായിട്ട് നിൽക്കും. ഇൻ കേസ് ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് donor energy level. In case of p-type semiconductor, it lies between valence band and acceptor energy level. Most important topic ഈ ഒരു ബാൻഡ് ഡയഗ്രം ഒക്കെ വരയ്ക്കണം. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് ഒക്കെ കൊടുക്കുക, ഏത് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ആണെന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇത് വരയ്ക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർമേഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ, ഇത് നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്, എല്ലാവർക്കും ഇതിന്റെ ബേസ് ഉള്ളതാണ്. എങ്കിലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫോർമേഷൻ ഓഫ്
ഫോർമേഷൻ ഓഫ് PN ജംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇപ്പം നമുക്ക് N ടൈപ്പ് സെമി കണ്ടക്ടറും P ടൈപ്പ് സെമി കണ്ടക്ടറിനെ പറ്റിയിട്ട് അറിയാമല്ലോ. N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പ്യുവർ ആയിട്ടുള്ള സിലിക്കണിനകത്തോട്ട് നമ്മൾ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസിനെ ഡോപ്പ് ചെയ്യുന്നു. പ്യുവർ ആയിട്ടുള്ള ഇൻട്രിൻസിക് സിലിക്കൺ സെമി കണ്ടക്ടറിലോട്ട് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസിനെ ഡോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും കിട്ടും. ഈ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സിലിക്കൺ എന്ന് പറയുന്നത് നോൺ കണ്ടക്റ്റീവ് ആണ്, പ്യുവർ അല്ലെങ്കിൽ ഇൻട്രിൻസിക് സ്റ്റേറ്റിൽ പ്യുവർ ആണ്. ഇതിനകത്ത് ഇലക്ട്രോൺസും ഹോൾസും ഈക്വൽ ആയിരിക്കും. ഇവർ ഫ്രീ അല്ല, ബോണ്ട് ചെയ്തിട്ട് നിൽക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡോപ്പൻസിനെ ഇതിലേക്ക് ഡോപ്പ് ചെയ്യും. ഡോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ എന്താക്കാം? കണ്ടക്റ്റിംഗ് ആക്കാൻ പറ്റും അല്ലെ? സെമി കണ്ടക്ടേഴ്സിനെ കണ്ടക്റ്റിംഗ് ആക്കാൻ പറ്റും. നമ്മൾ P ടൈപ്പ് എന്താ ഫോസ്ഫറസ്, ബോറോൺ പോലുള്ള ഇമ്പ്യൂരിറ്റീസിനൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ഇതിനെ N ടൈപ്പ് P ടൈപ്പ് ആക്കുന്നത്. ഇനി ജസ്റ്റ് നോക്കിക്കോ. ആഡിങ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോസ്ഫറസ് പോലെയുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണ് നമ്മുടെ ഡെഫിഷ്യന്റ് ആണോ അതോ എക്സ്ട്രാ ആണോ ഇവരെന്താ ചെയ്യാം? നമ്മൾ ഇതിനെ P ടൈപ്പ് N ടൈപ്പ് എന്നൊക്കെ ബോണ്ട് ഫോം ചെയ്യും. സിലിക്കണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ദേ കണ്ടോ, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. പക്ഷേ ഫോസ്ഫറസിന് 5 എണ്ണം ഉണ്ട്, സിലിക്കണിന് 4 എണ്ണേ ഉള്ളൂ ഇലക്ട്രോൺസ് അല്ലേ. അപ്പൊ ദേ കണ്ടോ, നമ്മുടെ ഫോസ്ഫറൻസിന്റെ ഒരു ഇലക്ട്രോൺ ഫ്രീ ആണ്. അപ്പൊ ഇത് ഫ്രീ ആയിട്ട് ഇതിങ്ങനെ ലാറ്റിസിൽ നടക്കും. അതേപോലെ ഇതാണ് N ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ഒരു കൺസ്ട്രക്ഷൻ. ഇനി അതേപോലെ നോക്കിക്കേ, P ടൈപ്പ് സെമി കണ്ടക്ടർ നോക്കിയാലോ. P ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോൺ പോലെയുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് വരുന്ന ഏതെങ്കിലും ഒരു ആറ്റത്തിനെ നമ്മൾ ഡോപ്പ് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കേ, ബോറോണിന്റെ ഒരു ഇലക്ട്രോണും സിലിക്കണുമായിട്ട് ബോണ്ട് ചെയ്തു, ഇവിടെയും ബോണ്ട് ചെയ്തു, ഇവിടെയും ബോണ്ട് ചെയ്തു. പക്ഷേ ഇതേ കണ്ടോ, ഇവിടെ ബോറോണിന് സിലിക്കണിന്റെ മറ്റൊരു ഇലക്ട്രോണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനില്ല. അപ്പൊ ഇത് എന്തായി? ഹോളായി. ഇതേ കണ്ടോ, ഇവിടെ ഒരു ഹോള് ഫോം ചെയ്തു. അപ്പം ഇൻ കേസ് ഓഫ് എ P ടൈപ്പ് സെമി കണ്ടക്ടർ ഹോളിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഇൻ കേസ് ഓഫ് ആൻ N ടൈപ്പ് സെമി കണ്ടക്ടർ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. Therefore N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ നമുക്ക് എന്ത് പറയാം? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഇവിടെ ചാർജ് എന്ന് പറയുന്നത് ആരുടെ മൂവ്മെന്റ് കൊണ്ടാണ് ഉണ്ടാവുന്നത്? ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. മറ്റടുത്ത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾ ആയിട്ട് നമുക്ക് പറയാം. കാരണം ഇവിടെ എല്ലാം ഹോളുകളല്ലേ ഇനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഹോളിലേക്ക് ഒരു ഇലക്ട്രോൺ വരുന്നത് കൊണ്ടാണ്. അപ്പം മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഹോളിനെയാണ് കൺസെപ്റ്റ്. സത്യം പറഞ്ഞാൽ ഹോള് മൂവ് ചെയ്യുമല്ല, ഹോളിലേക്ക് ഇലക്ട്രോൺസ് വരുന്നു അല്ലേ. അപ്പൊ ഹോളിന്റെ കാരണത്താലാണ് ഇലക്ട്രോൺസ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നത് നോക്കി. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടി പറയാം. ഇതേ നോക്കിക്കോ, നമ്മളൊരു N ടൈപ്പ് സെമി കണ്ടക്ടർ, ഇതേ കണ്ടോ, ഇവിടെ ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ ഞാൻ എടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവരെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തു. ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങൾ നടക്കും അല്ലേ. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഇറ്റ് ഫോംസ് എ PN ജംഗ്ഷൻ. എന്തൊക്കെയാ സംഭവിക്കുന്നത് നോക്കിക്കേ. ആദ്യം നിങ്ങൾ ഈ ഫിഗർ ക്ലിയർ ആക്കണേ. N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാ? നിറയെ ഇലക്ട്രോൺസ് ഉണ്ട്. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് അവിടെ ഇവിടെ എങ്ങാണ് ഇച്ചിരി ഹീറ്റ് ഒക്കെ കിട്ടി ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എങ്ങാണ് ഇലക്ട്രോൺസ് പുറത്തോട്ട് പോയി മൈനോറിറ്റി ആയിട്ട് ഇവിടെ കണ്ടോ, കുറച്ച് നീല കളറിൽ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ട് ഹോൾസ് ഉണ്ട്. ഇപ്പുറത്തെ സൈഡ് നോക്കിക്കേ, P ടൈപ്പ് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണ്? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോളാണ്. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് അവിടെ എവിടെയും മൈനോറിറ്റി ആയിട്ട് ഇലക്ട്രോൺസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവരെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ഇലക്ട്രോൺസും ഹോൾസും രണ്ട് ഓപ്പോസിറ്റ് ചാർജ് ഉള്ള രണ്ട് സാധനങ്ങളാണല്ലോ, അട്രാക്ഷൻ സംഭവിക്കുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, ഇവിടെ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ ഹയർ ആണ്, ഇവിടെ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ ഹയർ ആണ്. നമ്മൾ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഇവരെ നമ്മളൊരു സാൻഡ്വിച്ച് പരുവത്തിൽ ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ കൂടിയെടുത്തുനിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞിടത്തേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് കുറവുള്ള ഏരിയയിലേക്ക് പോകും. കണ്ടോ, അപ്പൊ ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇപ്പുറത്തേക്ക് നമ്മുടെ P ടൈപ്പിലേക്ക് വരും. തിരിച്ച് ഹോൾസ് എന്ത് ചെയ്യും? ഹോൾസ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും. അപ്പം ഇലക്ട്രോൺസ് ഇൻ ദി N region starts to move towards P region and the holes in the P region starts to move towards എന്താ?
എൻ റീജിയൻ. സത്യം പറഞ്ഞാൽ ഹോൾ മൂവ് ചെയ്യുന്നില്ല, ഇവിടുന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, മൂവ് ചെയ്ത് ഓരോ ഹോളിൽ വന്നങ്ങ് ഇരിക്കുക. അപ്പൊ റീകോമ്പിനേഷൻ നടക്കുമല്ലേ. അപ്പൊ ഇവിടെ ഹോള് ജനറേറ്റ് ചെയ്തു, ഇവിടെ ഹോള് ഉള്ള ഭാഗത്തെല്ലാം ഇലക്ട്രോൺസ് വന്ന് അവിടെ എല്ലാം ഇലക്ട്രോൺസിന്റെ ഒരു ഹയർ കോൺസെൻട്രേഷനും വരും. ഇവിടെ എല്ലാം ഹോൾസും ഉണ്ടാവും. അതാ നടക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഹോൾസിന് മൂവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. നമ്മൾ അങ്ങനെ അങ്ങ് പറയാണ് ഹോൾസ് ആർ മൂവിങ് എന്നങ്ങ് പറയാം. സത്യം പറഞ്ഞാൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് ഹോളിന്റെ അകത്ത് കയറി ഇരിക്കുന്നു. അപ്പൊ ആ വേക്കന്റ് അങ്ങ് ഫിൽ ആവുമല്ലേ. അപ്പൊ ഇലക്ട്രോൺസ് പോയെടുത്ത് അവിടെ ഒരു ഹോള് ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ ഇലക്ട്രോൺസ് എല്ലാം മൂവ് ചെയ്ത് പിയിലോട്ട് പോവും. എന്നിട്ട് അവിടെ ചെന്ന് ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്ത് അവിടെ എന്താവും, അവിടെ അപ്പൊ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ പതുക്കെ പതുക്കെ കൂടാൻ തുടങ്ങും. ഇവിടെ അപ്പൊ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എല്ലാം പോയി, അപ്പൊ ഹോളിന്റെ കോൺസെൻട്രേഷൻ കൂടാൻ തുടങ്ങും. കണ്ടോ. അപ്പം ഒരു പരിധി വരെ ഇങ്ങനെ നടക്കും. അപ്പൊ ഇങ്ങനെ ഈ ഇലക്ട്രോൺസ് അങ്ങോട്ട് പോകുന്നു, ഹോൾസിനെ റീകമ്പൈൻ ചെയ്യുന്നു. ഈ ഒരു കറണ്ടിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ. നമുക്ക് ചാർജ് മൂവ് ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ, കറണ്ട് ഫോം ചെയ്യുന്നു എന്നല്ലേ. അപ്പൊ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് മൂലം ഇവിടെ ഉണ്ടാവുന്ന കറണ്ടിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് വിളിക്കുക. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പൊ ഇതാണ് ഇനീഷ്യലി ഒരു പി എൻ ജംഗ്ഷനിൽ ഹാപ്പൻ ചെയ്യുന്നത്. ഇനിയും ഇതിങ്ങനെ കുറച്ചു നേരം മൂവ് ചെയ്ത് നമ്മുടെ ഇലക്ട്രോൺസ് എല്ലാം ചെന്ന് പി ടൈപ്പിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് ഹോൾസ് തിരിച്ച് ഇവിടെയും ഹോൾസ്, എൻ ടൈപ്പിൽ നിറയെ ഹോളും ഫോം ചെയ്ത് ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്താ ചെയ്യുന്നത്, നിങ്ങൾ കണ്ടോ, ഇവിടെ ബ്രൗൺ കളറിൽ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവും. എന്താ ഈ ഡിപ്ലീഷൻ ലെയർ എന്ന് പറഞ്ഞാൽ, ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്തെല്ലാം പി ടൈപ്പിൽ പോയിരുന്ന് ഇത് പി ടൈപ്പിൽ അങ്ങ് നിറഞ്ഞു, ഇലക്ട്രോൺസ് അങ്ങ് നിറഞ്ഞു. ഹോൾസ് എൻ ടൈപ്പിൽ നിറഞ്ഞു. കണ്ടോ, ഈ ഒരു റീജിയണിൽ നിറയെ പോസിറ്റീവ് ചാർജ്, എൻ റീജിയണിൽ മുഴുവൻ പോസിറ്റീവ് ചാർജും വരാൻ തുടങ്ങി, പി റീജിയണിൽ നിറയെ നെഗറ്റീവ് ചാർജസും വരാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ ഒരു ഫോർമേഷൻ നടന്നു കഴിഞ്ഞ് ഇനി ഇവിടെ നമ്മുടെ എൻ റീജിയണിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുക, എൻ റീജിയണിൽ നിന്ന് പി റീജിയണിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ അവിടെ നിറയെ ആരായിരുന്നു, ഹോൾസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ മൂവ് ചെയ്ത് അവിടെ എന്തായി, ഇലക്ട്രോൺസ് ആവാൻ തുടങ്ങി. കൂടുതലും പി റീജിയണിൽ ഇലക്ട്രോൺസ് ആവാൻ തുടങ്ങി. അപ്പൊ ഒരു പരിധി കഴിഞ്ഞ് ഇലക്ട്രോൺസ് എൻ റീജിയണിൽ നിന്നും പി റീജിയണിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പം ഓൾറെഡി അവിടെ പോയിരിക്കുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നമ്മുടെ ഈ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ റിപ്പല്ല് ചെയ്യും അല്ലെ, ലൈക്ക് ചാർജസ് റിപ്പല്ല് ചെയ്യും. അപ്പൊ ഇനി ഇലക്ട്രോൺസിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ ലെയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡിപ്ലീഷൻ ലെയർ എപ്പോഴാ ഫോം ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ കഴിഞ്ഞ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പി റീജിയണിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഓൾറെഡി അവിടെ വന്ന ഇലക്ട്രോൺസ് ഈ ഇൻകമിങ് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തു, റിപ്പല്ല് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഡിപ്ലേഷൻ ലെയർ. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഡിപ്ലേഷൻ ലെയർ ഫോം ചെയ്യും. എൻ റീജിയന്റെ അടുത്തെല്ലാം പോസിറ്റീവ് ചാർജസും പി റീജിയന്റെ അടുത്തെല്ലാം നെഗറ്റീവ് ചാർജസും വന്നങ്ങ് നിൽക്കും. എന്നിട്ട് ഇവിടെ ഒരു ലെയർ ഫോം ചെയ്തു. ഇനി നിങ്ങൾ നോക്കിക്കേ, നമുക്കറിയാം ഇവിടെ ഇങ്ങനെ ഒരു ലെയർ ഫോം ചെയ്തു. അപ്പോൾ ഒരിടത്ത് നിറയെ പോസിറ്റീവ്, ഒരിടത്ത് നിറയെ നെഗറ്റീവ്. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായല്ലോ അല്ലെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം ചാർജ് ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്നറിയാം. ഇവിടെ പോസിറ്റീവ്, ഒരു എൻഡിൽ നിറയെ പോസിറ്റീവ് ചാർജ്, ഒരു എൻഡിൽ നിറയെ നെഗറ്റീവ് ചാർജ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാ, പോസിറ്റീവ് ടു നെഗറ്റീവ്. കണ്ടോ, അപ്പൊ പി എൻ ജംഗ്ഷന്റെ അവിടെ ആയിട്ട് നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡിനെ കാണാൻ പറ്റും. പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറ്റും. ഇവിടെ ഒരു സൈഡിലെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഒരു സൈഡിലെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ V0 എന്ന് നമ്മൾ പറയും. ഓക്കെ, അതിനെ ഞാനൊന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതേ നോക്കിക്കോ, ഇപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ബാരിയർ പൊട്ടൻഷ്യൽ V0, VB എന്നൊക്കെ ചിലടത്ത് പറയും. തൽക്കാലം നമ്മൾ V0 ബാരിയർ പൊട്ടൻഷ്യൽ. അപ്പൊ ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഇവിടെ വരുന്നത് കൊണ്ടാണ് ഇനി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇലക്ട്രോൺസിന് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല, ഹോൾസിന് അങ്ങോട്ടേക്കും പോകാൻ പറ്റത്തില്ല. ഇവിടെ എന്തായി, ഒരു ബാരിയർ ഫോം ചെയ്തു. പക്ഷെ അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും, ഇവരപ്പം വേറൊരു ട്രിക്ക് ഉപയോഗിക്കും. ഇവരെന്ത് ചെയ്യും,
എന്താ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനല്ല പോകാൻ പറ്റാതുള്ളൂ. നമ്മുടെ എൻ റീജിയണിൽ കുറച്ച് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് അവിടെ ഇരിപ്പുണ്ടല്ലോ. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് അപ്പം മൂവ് ചെയ്യാൻ തുടങ്ങും. പോസിറ്റീവ് ചാർജ് അല്ലേ, ഇപ്പുറത്ത് നെഗറ്റീവ് അല്ലേ ഇരിക്കുന്നത്, ഇവരല്ലേ റിപ്പല് ചെയ്യുക. പക്ഷെ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വന്നാൽ എന്താ സംഭവിക്കുക, അവിടെ അട്രാക്ഷൻ അല്ലേ സംഭവിക്കുക. അപ്പൊ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യും, പതുക്കെ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ മൈനോറിറ്റി ചാർജ് കാരിയർ ആരാ, പി ടൈപ്പില് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഓഫ് വരെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യും. പക്ഷെ ഡിപ്ലീഷൻ ലെയർ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സമയം എന്ത് ചെയ്യും, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പം due to the movement of minority charge carriers, the current forming here is called drift current. Okay, ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുണ്ട്. ഇപ്പൊ ഫസ്റ്റില് നമ്മൾ എന്താ പറഞ്ഞത്, ഫസ്റ്റില് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്തു, ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടായി. ഡിഫ്യൂഷൻ കറണ്ട് പതുക്കെ സീറോയിൽ നിന്നും ഒരു പർട്ടിക്കുലർ വാല്യൂയിലേക്ക് ഇങ്ങനെ ഹൈ ആയി വന്നുകൊണ്ടിരിക്കുക. മൂവ്മെന്റ് നടക്കുന്നതിനനുസരിച്ച് കറണ്ട് കൂടി ഇരിക്കുക. പക്ഷെ ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഡിഫ്യൂഷൻ കറണ്ട് എന്ത് ചെയ്തു, സ്റ്റോപ്പ് ആയി അല്ലേ. ഡിഫ്യൂഷൻ കറണ്ട് കുറയാൻ തുടങ്ങി. അപ്പോഴാരും മൂവ് ചെയ്യാൻ തുടങ്ങി, ഡ്രിഫ്റ്റ് കറണ്ട് വരാൻ തുടങ്ങി അല്ലെ. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ ഡിഫ്യൂഷൻ കറണ്ട് പതുക്കെ പതുക്കെ കൂടുന്നു, മൂവ്മെന്റ് പിന്നെ പതുക്കെ സ്റ്റോപ്പ് ആവുന്നു. അപ്പൊ ആരും മൂവ് ചെയ്യാൻ തുടങ്ങി, പെട്ടെന്ന് ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ പതുക്കെ ഡ്രിഫ്റ്റ് കറണ്ട് കൂടാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ഡിഫ്യൂഷൻ കറണ്ട് കൂടി, പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നു, ഡിഫ്യൂഷൻ കറണ്ട് കുറയാൻ തുടങ്ങി. ആ സമയത്ത് ഡ്രിഫ്റ്റ് കറണ്ട് കൂടാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എപ്പം വരെ ഹാപ്പൻ ചെയ്യും, ഈ ഒരു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷൻ എത്തുന്നിടം വരെ ഇതിങ്ങനെ നടക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും ഏകദേശം ഈക്വൽ ആവുന്ന ഒരു ടൈം വരെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നെറ്റ് കറണ്ട് ഇൻ എ പി എൻ ജംഗ്ഷൻ വിൽ ബി സീറോ ഡ്യൂറിങ് അൺബയാസ്ഡ് കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണലി വോൾട്ടേജ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, ബാറ്ററിയോ അങ്ങനെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പി എൻ ജംഗ്ഷനകത്തുള്ള കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, സീറോ ആയിരിക്കും. കാരണം ഡിഫ്യൂഷൻ കറണ്ട് കൂടുന്നു, പതുക്കെ ഡിഫ്യൂഷൻ കറണ്ട് കുറയാൻ തുടങ്ങുന്ന സമയത്ത് ഡ്രിഫ്റ്റ് കറണ്ട് കൂടുന്നു. ഇത് രണ്ടും കൂടെ ഈക്വൽ ആവുന്ന സമയത്ത് ഇവിടെ ഇനി ഒരു മൂവ്മെന്റ് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നെറ്റ് കറണ്ട് ഇൻ എ പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടോട്ടൽ കറണ്ട് ഡ്രിഫ്റ്റ് പ്ലസ് ഡിഫ്യൂഷൻ ഇത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നെറ്റ് കറണ്ട് ഇൻ എ പി എൻ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു സീറോ എന്ന് വിളിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമേഷൻ ഓഫ് എ പി എൻ ജംഗ്ഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാ, ഡിഫ്യൂഷൻ കറണ്ട് മനസ്സിലാക്കണം, ഡ്രിഫ്റ്റ് കറണ്ട് മനസ്സിലാക്കണം, ഇവിടെ ഫോം ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് മനസ്സിലാക്കണം, ബാരിയർ പൊട്ടൻഷ്യൽ V0 ഡിപ്ലീഷൻ ലെയറിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അതാണ് ബാരിയർ പൊട്ടൻഷ്യൽ. ഇത്രയും കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കാരണം ഇനി അങ്ങോട്ടേക്ക് നമ്മളെ ബാരിയർ പൊട്ടൻഷ്യൽ, ഡിപ്ലീഷൻ ലെയർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫോർമേഷൻ ഓഫ് എ പി എൻ ജംഗ്ഷൻ. ഓക്കെ, അപ്പൊ പി എൻ ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ആണ് നമ്മുടെ മറ്റുള്ള സെമി കണ്ടക്ടർ ഡിവൈസസിന്റെ ഒക്കെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾ ഒരുപാട് സെമി കണ്ടക്ടർ ഡിവൈസസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ പി എൻ ജംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് പി എൻ ജംഗ്ഷന്റെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു തിയറി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് പി എൻ ജംഗ്ഷൻ അറ്റ് ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ പഠിച്ച അൺബയാസ്ഡ് കണ്ടീഷൻ, നമ്മൾ പ്രത്യേകിച്ച് എക്സ്റ്റേണൽ വോൾട്ടേജോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഒരു പി ടൈപ്പ് കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് അവിടെ പി എൻ ജംഗ്ഷൻ ഉണ്ടാവത്തില്ലേ. അപ്പൊ ഈ ഒരു നോർമൽ കണ്ടീഷൻ, ഇതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ, ഈ ഒരു സമയത്ത് നമ്മൾ ഇവരുടെ ബാൻഡ് സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, എനർജി ബാൻഡുകൾ, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലൊക്കെ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ ആദ്യം നിങ്ങൾ കണ്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ നോക്കിക്കേ, ഇത് നമുക്ക് നല്ല പരിചയമുള്ള ഒരു ഫിഗർ അല്ലേ, നമ്മൾ ഇപ്പൊ അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ. ഫെർമി ലെവൽ ഡയഗ്രാം വരച്ചില്ലേ. നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഒരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, ഒരു വാലൻസ് ബാൻഡ് ഉണ്ട്. കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തായിട്ടായിരിക്കും ഫെർമി ലെവൽ ഇരിക്കുന്നത്. ഈ എഫ് എൻ എന്ന് വിളിക്കാൻ കാരണം എൻ ടൈപ്പിന്റെ ഫെർമി ലെവൽ ആയതുകൊണ്ടാണ് ഞാൻ ഈ എഫ് എൻ അല്ലെങ്കിൽ ഇ എഫ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടി കൺഫ്യൂഷൻ ആയിപ്പോകും. അതുകൊണ്ടാണ് ഈ എഫ് എൻ പറഞ്ഞു. നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതല്ലേ.
പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഹോളിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ, അതുകൊണ്ട് വാലൻസ് ബാൻഡിന്റെ അടുത്തായിട്ടാണ് ഫെർമി ലെവൽ നിൽക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പം നോർമലി നമ്മുടെ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഇങ്ങനെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ബാൻഡ് സ്ട്രക്ചർ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവരെ തമ്മിൽ യോജിപ്പിച്ചു അല്ലേ, യോജിപ്പിച്ചു ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടാക്കി. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മൾ പറഞ്ഞ പ്രോസസ് ഒക്കെ, ഇലക്ട്രോൺസ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ഹോൾസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ജംഗ്ഷൻ ഫോം ചെയ്യുന്നു, ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു, ഡിഫ്യൂഷൻ കറണ്ട്, ഡ്രിഫ്റ്റ് കറണ്ട് എല്ലാം നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞു അല്ലേ. അപ്പൊ ഇവിടെ ബാൻഡിന് എന്ത് സംഭവിക്കും, അപ്പൊ എക്സ്റ്റേണലി ഇവിടെ എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടു, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഒക്കെ പറഞ്ഞു അല്ലെ. ബാൻഡിന് എന്ത് സംഭവിക്കുന്നു, ബാൻഡിന് ഷിഫ്റ്റ് ആവുന്നുണ്ട്, ഒരു ഷിഫ്റ്റ് ബാൻഡിന് സംഭവിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇലക്ട്രോൺസ് എല്ലാം ഇരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഫെർമി എനർജി ലെവലിൽ ആ ഒരു അവിടെ ആയിട്ടായിരിക്കാം. ഹോൾസ് എല്ലാം ഇരിക്കുന്നത് ഇവിടെ ഈ എഫ് പിയിലായിട്ട് ബാലൻസ് ബാൻഡിന്റെ ഇരിക്കുക അല്ലെ. ഇവര് ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോഴത്തേന് നമുക്കറിയാലോ, പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലുള്ള മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്താ ചെയ്യുന്നത്, പി ടൈപ്പിലേക്ക് മൂവ് ചെയ്യും. പി ടൈപ്പിലുള്ളവരെല്ലാവരും എന്ത് ചെയ്യും, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എൻ ടൈപ്പിലേക്ക് മൂവ് ചെയ്യും. അപ്പം ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നിടത്തേക്ക് ബാൻഡ് അപ്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എവിടെയാണോ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നത് ആ ബാൻഡ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എവിടെയാണോ ഹോളിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നത് ആ ബാൻഡ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇത് ഓർത്താൽ മതി. ഇലക്ട്രോൺ ആണെങ്കിൽ അപ്പ്, ഹോൾ ആണെങ്കിൽ ഡൗൺ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ഈ EFN ലെവലിലാണ് ഇലക്ട്രോൺസ് എല്ലാം ഇരിക്കുക. പതുക്കെ ഇവരെ തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ എൻ റീജണിൽ നിന്നും പി റീജണിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ബാൻഡ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഹോള് പിന്ന് ഹോള് എന്നിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഹോളിന്റെ കോൺസെൻട്രേഷൻ എന്നിൽ കൂടുന്നത് കൊണ്ട് എൻ എന്ന് പറയുന്ന ബാൻഡ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ എൻ ടൈപ്പിന്റെ ബാൻഡ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും, പി ടൈപ്പിന്റെ ബാൻഡ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഷിഫ്റ്റിംഗ് ഇതേ കണ്ടോ, ഇവിടെ തമ്മിൽ ഇപ്പൊ ഇത്രയൊരു വ്യത്യാസമുണ്ട്, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ഈ ഒരു സ്ലോപ്പ് ഉണ്ട്. അപ്പൊ പതുക്കെ ഈ കണ്ടക്ഷൻ ബാൻഡ് താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും, ഈ ബാൻഡ് സ്ട്രക്ചർ മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ ഇവർ എവിടെ വരെ മൂവ് ചെയ്യും, ഇങ്ങനെ അങ്ങ് മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ, ഇല്ല. എങ്ങനെയാ മൂവ് ചെയ്യുക, നമ്മൾ പറഞ്ഞു ഇവരെ മൂവ്മെന്റ് ഒക്കെ നടക്കും, പക്ഷെ ഡെപ്ലീഷൻ ലെയർ ഒക്കെ ഫോം ചെയ്ത് ബാരിയർ പൊട്ടൻഷ്യൽ ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൂവ്മെന്റ് നിൽക്കും അല്ലെ. അപ്പൊ ബാൻഡ് സ്ട്രക്ചറിൽ നമുക്ക് എങ്ങനെ പറയാം, ഈ മൂവ്മെന്റ് എപ്പോഴാ സ്റ്റോപ്പ് ചെയ്യുന്നത്, അതേ നോക്കിക്കേ, നമ്മുടെ ഈ രണ്ട് ഫെർമി ലെവലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് വരെ ഇവരിങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇത് താഴേക്ക് മൂവ് ചെയ്യും, ഇത് മുകളിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവർ തമ്മിൽ കൂട്ടിമുട്ടും അല്ലെ, ഒരു സിംഗിൾ ഫെർമി എനർജി ലെവൽ ഫോം ചെയ്യും. ആ ഒരു പൊസിഷൻ വരെ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയാണ് നമ്മൾ ഇതാണ്ട റീഡ്രോ ചെയ്ത ബാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കേ, ഇതേ കണ്ടോ, നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് എൻ ടൈപ്പിന്റെ ബാൻഡ് താഴേക്ക് മൂവ് ചെയ്തു, പി ടൈപ്പിന്റെ ബാൻഡ് മുകളിലേക്ക് മൂവ് ചെയ്തു, ആൻഡ് ഒരു പോയിന്റിൽ ഈ ഫെർമി ലെവൽസ് തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ഒരു സിംഗിൾ, ഈ എഫ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫെർമി ലെവലായിട്ട് മാറി. കണ്ടോ, ഇങ്ങനെയായിരിക്കും ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ബാൻഡ് ഡയഗ്രാം മാറുന്നത്. ഓക്കെ, ഇനിയും കണ്ടക്ഷൻ ബാൻഡ് എത്ര താഴേക്ക് മൂവ് ചെയ്തു, അല്ലെങ്കിൽ എൻ ടൈപ്പിന്റെ ആ ബാൻഡ് എത്ര താഴേക്ക് മൂവ് ചെയ്തു, അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ ഹിൽ എന്ന് വിളിക്കുന്നത്. ഈ കണ്ടോ, ഈ ഒരു സ്ലോപ്പ് ഞാൻ ഈ ഡോട്ടഡ് ലൈനിൽ വരച്ചിരിക്കുന്നത്, ഇതിനെയാണ് കണ്ടക്ഷൻ ഹിൽ എന്നും. വാലൻസ് ബാൻഡ് എത്ര മുകളിലേക്ക് മൂവ് ചെയ്തു അതിനെയാണ് നമ്മൾ വാലൻസ് ഹിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡോട്ടഡ് ലൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതിന് എത്രയും മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാരിയർ പൊട്ടൻഷ്യലിന്റെ അത്രയും. കണ്ടക്ഷൻ ഹില്ലിനും ബാരിയർ പൊട്ടൻഷ്യൽ, നമ്മുടെ ആ ബാരിയർ പൊട്ടൻഷ്യലിന്റെ അത്രയും ലെങ്ത്തിൽ മാത്രമേ താഴോട്ടും വരാൻ പറ്റത്തുള്ളൂ. ബാലൻസിന് ആ ബാരിയർ പൊട്ടൻഷ്യലിന്റെ അത്രയും മുകളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ഒരു സിംഗിൾ ഫെർമി എനർജി ലെവൽ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഇക്വിലിബ്രിയം കണ്ടീഷനിൽ, ബയാസിങ് ഒന്നും നമ്മൾ ചെയ്യാന്നില്ല, ആ ഒരു കണ്ടീഷനിൽ ബാൻഡ് ഡയഗ്രാം ആദ്യം പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തു. പി ടൈപ്പ് എൻ ടൈപ്പ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ബാൻഡ് സ്ട്രക്ചർ. ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പം
കുറയുന്നവർ താഴേക്കും പോവും, ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നവര് മുകളിലേക്കും പോവും എന്നുള്ളത് ഓർത്താൽ മതി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പുതിയ ബാൻഡ് സ്ട്രക്ചർ ഓഫ് എ പി എൻ ജംഗ്ഷൻ അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതിനകത്ത് ഭയങ്കര എക്സ്പ്ലനേഷൻസും ഡെറിവേഷനും ഒന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഈ 3 പടങ്ങളും കൂടെ ജസ്റ്റ് പി ടൈപ്പ് ഒന്ന് കാണിക്കുക, എൻ ടൈപ്പ് കാണിക്കുക, മെർജ് ചെയ്യുന്നത് കാണിക്കുക, നേരത്തെ ഈ ഫിഗർ കാണിക്കുക, പുതിയ ബാൻഡ് ഡയഗ്രാം, ഇത്രയും വരച്ചു വെച്ചാൽ മതി, നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് പി എൻ ജംഗ്ഷൻ അറ്റ് എന്താ ഫോർവേഡും റിവേഴ്സ് ബയസിങ് കണ്ടീഷൻ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്താണ് ഫോർവേഡ് ബയസ്, എന്താണ് റിവേഴ്സ് ബയസ് എന്നൊക്കെ നോക്കണം. അപ്പൊ അടുത്ത ലെക്ചറിൽ നമ്മൾ അത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പി എൻ ജംഗ്ഷന്റെ ഫോർമേഷൻ നോക്കി, ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു വോൾട്ടേജ് കൊടുക്കാൻ പോവാ. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ബയാസ്ഡ് വോൾട്ടേജ് ആണ്. ഫോർവേഡ് ബയാസ്ഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫോർവേഡ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ഒരു പോസിറ്റീവ് വോൾട്ടേജ്. എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്, എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്. ഇവരെ രണ്ടുപേരെയും വെക്കുമ്പോൾ നമുക്കറിയാലോ ഇവിടെ എന്താ ചെയ്യുക, ഡെപ്ലീഷൻ ലെയർ ഫോം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്, V0, ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. ബാരിയർ പൊട്ടൻഷ്യൽ വരെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ ഇനി നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന ഒരു കാര്യം എന്താ, ഫോർവേഡ് ബയാസ് കൊടുക്കുന്നു. ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടൈപ്പിനെ പോസിറ്റീവ് ആയിട്ടുള്ള ബാറ്ററിയുടെ ഉണ്ട്. പിയിൽ കൂടുതൽ ഹോൾസ് അല്ലേ, അപ്പൊ അതൊരു പോസിറ്റീവ് അല്ലേ. അതുകൊണ്ട് പിനെ നമ്മൾ പോസിറ്റീവിലേക്കും എന്നിനെ നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. അപ്പം പി ടു ദ പോസിറ്റീവ്, എൻ ടു ദ നെഗറ്റീവ്. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആ ഒരു സിങ്ക് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫോർവേഡ് എന്ന് പറയുക കേട്ടോ. തിരിച്ച് ആ ബാറ്ററി കണക്ട് ചെയ്യുന്നെങ്കിൽ അത് റിവേഴ്സ് ബയാസ് ആവും. പി നെഗറ്റീവിലോട്ടും എൻ പോസിറ്റീവിലോട്ടും കൊടുക്കുമ്പോൾ അത് റിവേഴ്സ് ബയാസിങ് കണ്ടീഷൻ ആട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഫോർവേഡിങ് ബയാസിങ് കണ്ടീഷൻ ആണ് പഠിക്കുന്നത്. അപ്പൊ ഫോർവേഡ് ബയാസിങ് കണ്ടീഷൻ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, നമ്മളിത് പഠിച്ചിട്ടുള്ളതാ ചെറിയ ക്ലാസ്സിൽ. ഫോർവേഡ് ബയസ് ചെയ്യുന്ന സമയത്ത് എന്താ നോക്കിക്കേ, നമുക്കറിയാം ഇവിടെ ഓൾറെഡി ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്തിരുന്നു. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എല്ലാം കൂടി ഇവിടെ വന്നിട്ട് ഒരു ബാരിയർ ഫോം ചെയ്തു. പി ടൈപ്പ് സെമി കണ്ടക്ടർ ഇപ്പുറത്ത് പോയിട്ട് ഇവിടെ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിലെ ഹോൾസ് പോയിട്ട് ഇവിടെ ഒരു ബാരിയർ ഫോം ചെയ്ത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരൊരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്തു എന്ന് വരെ നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷേ നമ്മൾ ഈ ഒരു ബയാസിങ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ കൊടുത്തിരിക്കുന്ന ബാറ്ററി കണ്ടോ, ബാറ്ററിയുടെ നോക്കിക്കേ പോസിറ്റീവ് എൻഡ് നെഗറ്റീവ് എൻഡ്. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായല്ലോ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഫീൽഡ് പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയുന്ന ഈ ഡയറക്ഷനിലായിരിക്കും പോയിന്റ് ചെയ്ത് നിൽക്കുക. പക്ഷേ നമ്മുടെ പി എൻ ജംഗ്ഷനകത്ത് ഫോം ചെയ്ത പൊട്ടൻഷ്യലോ ഓപ്പോസിറ്റ് ആയിട്ടാണ് കണ്ടോ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും നമ്മുടെ പി എൻ ജംഗ്ഷനകത്ത് ഫോം ചെയ്ത വോൾട്ടേജും എന്താ, ഓപ്പോസിറ്റ് ആണ് അല്ലെ. വിയും V0യും ഓപ്പോസിറ്റ് ആണ്. വി നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, V0 ബാരിയർ പൊട്ടൻഷ്യൽ, പി എൻ ജംഗ്ഷനകത്തുള്ള പൊട്ടൻഷ്യൽ. ഇതിന്റെ അർത്ഥം എന്താ, നമ്മൾ പൊട്ടൻഷ്യൽ കൂട്ടി കൊടുക്കുന്നു. നമ്മുടെ കയ്യിലുള്ള ബാറ്ററി അല്ലേ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ കൂട്ടി കൊടുക്കാമല്ലോ. 2 വോൾട്ടോ 3 വോൾട്ടോ 10 വോൾട്ടോ 15 വോൾട്ടോ നമുക്ക് പൊട്ടൻഷ്യൽ കൂട്ടി കൊടുക്കാം. അപ്പൊ നമ്മൾ പൊട്ടൻഷ്യൽ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ കൂടുമ്പം ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, കുറയും അല്ലെ. നമ്മൾ ഒപ്പോസ് ചെയ്യുമല്ലേ, ആ ഒരു പൊട്ടൻഷ്യലിനെ നമ്മൾ ഒപ്പോസ് ചെയ്യും. അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ ഇവിടുന്ന് നമ്മൾ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ കുറയും. ബാരിയർ പൊട്ടൻഷ്യൽ കുറയുമെന്ന് പറഞ്ഞാൽ എന്താ, ഡിപ്ലീഷൻ ലെയർ തിന്നായി അവിടെ ഒരു ഡിപ്ലീഷൻ ലെയർ ഇല്ലാണ്ടാകും. എൻ ടൈപ്പിനും പി ടൈപ്പിനും ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടോ. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡിപ്ലീഷൻ ലെയർ വാനിഷ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇപ്പൊ ഈ എന്താ പി ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലേ ഈ സൈഡിൽ ഇരിക്കുക, ഇവിടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് അല്ലേ വന്നിരിക്കുക. ഇവിടുന്ന് ഇലക്ട്രോൺസ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന് ഇലക്ട്രോൺസ് എല്ലാം കൂടി നമ്മുടെ പി ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് വരുന്നു. അപ്പൊ നോക്കിക്കേ, ഇലക്ട്രോൺസ് പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ വരുമ്പോൾ ഇവിടെ ആരാ ബാറ്ററിയുടെ കണക്ട് ചെയ്തിരിക്കുന്ന, പോസിറ്റീവ് ടെർമിനൽ. അപ്പൊ ഇലക്ട്രോൺസിനെ എല്ലാം ഈ പോസിറ്റീവ് ടെർമിനൽ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും കണ്ടോ. ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ പി ടൈപ്പ് റീജിയനിൽ നിന്നും അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് എൻ റീജിയനിലേക്ക് പോകുമ്പോഴത്തേക്കും എൻ ടൈപ്പിൽ ഏത് പൊട്ടൻഷ്യലാണ് കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിയുടെ നെഗറ്റീവ് കണ്ടോ. ഹോൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പം ബാറ്ററിയുടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അതിനെ
അട്രാക്ട് ചെയ്യുന്നു അല്ലെ, പോസിറ്റീവും നെഗറ്റീവും അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു ഹോൾ കറണ്ട് മൂവ് ചെയ്യുന്നു. കണ്ടോ? അപ്പൊ ഇവിടെ ടോട്ടൽ കറണ്ട് ഓഫ് ദ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, ഹോൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഐ പ്ലസ് IN അല്ലെ, ഇലക്ട്രോൺസും ഹോൾസിന്റെയും മൂവ്മെന്റ് കാരണം ഇവിടെ നമുക്ക് കറണ്ട് ഉണ്ടാവുന്നുണ്ട്. നോർമൽ പി എൻ ജംഗ്ഷനിൽ ഇതിനൊരു പരിധിയുണ്ട്. ഡിഫ്യൂഷൻ കറണ്ട് ആയാലും ഡ്രിഫ്റ്റ് കറണ്ട് ആയാലും ഒരു പരിധി വരെ അതിന് പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. പക്ഷെ നമ്മളൊരു എക്സ്റ്റേണൽ ബയാസിങ് കൊടുക്കുമ്പോൾ, നമ്മളൊരു ഫോർവേഡ് ബയാസിങ് സ്പെഷ്യലി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങനെ അങ്ങ് ബയാസ് ചെയ്തുകൊണ്ടിരിക്കാം അല്ലെ, നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇതിന്റെ കറണ്ട് പോയിക്കൊണ്ടേയിരിക്കും. ഡിപ്ലീഷൻ ലെയറിന്റെ കട്ടി കുറഞ്ഞ് ഡിപ്ലീഷൻ ലെയർ വാനിഷ് ആവും. അപ്പൊ ത്രൂ ഔട്ട് ദി ജംഗ്ഷൻ നമുക്ക് ബാരിയർ ഇല്ല ഇനിയും. അപ്പൊ ഇഷ്ടം പോലെ ഇലക്ട്രോൺസിനും ഹോൾസിനും മൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫോർവേഡ്. ഇനി നമുക്ക് ഫോർവേഡ് ബയാസിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം ഒന്ന് നോക്കാം. അപ്പൊ ഇതൊരു കമ്പയർ ചെയ്ത് പഠിക്കണേ. ഇത് നമ്മൾ മുമ്പേ വരച്ച ഇക്വിലിബ്രിയം കണ്ടീഷന്റെ പി എൻ ജംഗ്ഷന്റെ ഡയഗ്രവും താഴെ കാണിച്ചിരിക്കുന്നതാണ് ഫോർവേഡ് ബയാസിന്റെ പി എൻ ജംഗ്ഷന്റെ എനർജി ബാൻഡ് ഡയഗ്രാം. അപ്പൊ കമ്പയർ ചെയ്ത് പഠിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താ? പി ടൈപ്പും എൻ ടൈപ്പും കൂടി നമ്മൾ സാൻഡ്വിച്ച് ചെയ്തപ്പോഴത്തേക്കും എൻ റീജിയണിൽ നിന്ന് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ദാറ്റ് ഈസ് ഇലക്ട്രോൺ പി റീജിയണിലേക്ക് പോകുന്നു. പി റീജിയണിൽ നിന്ന് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ദാറ്റ് ഈസ് ഹോൾസ് എൻ റീജിയണിലേക്ക് വരുന്നു. അപ്പൊ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നത് കൊണ്ട് ഈ ബാൻഡ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. മറ്റേ പി ടൈപ്പിലെ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഹോളിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നുണ്ട്, അത് അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്താ ചെയ്തേ? ഇങ്ങനെ ഒരു എലവേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൻഡ് സ്ട്രക്ചർ നമുക്ക് കിട്ടി അല്ലെ. ഇനി ഈ താഴോട്ടുള്ള ഈ എലവേഷൻ എപ്പോഴാ സ്റ്റോപ്പ് ചെയ്യുക? നമ്മുടെ രണ്ട് ഫെർമി ലെവലും കണ്ടക്ഷൻ എന്താ എൻ ടൈപ്പിന്റെ ഫെർമി ലെവലും പി ടൈപ്പിന്റെ ഫെർമി ലെവലും തമ്മിൽ എന്താ സിങ്ക്രണൈസ് ആവുന്ന സമയത്ത് ഈ ഒരു എലവേഷൻ കുറയും. ആൻഡ് ഈ ഒരു ഹില്ലുണ്ടല്ലോ, കണ്ടക്ഷൻ ഹില്ലും, കണ്ടക്ഷൻ ബാൻഡ് എത്ര താഴോട്ട് വന്നു, അല്ലെങ്കിൽ ബാലൻസ് ബാൻഡ് എത്ര മുകളിലോട്ട് പോയി, അല്ലെങ്കിൽ പി ടൈപ്പിന്റെ ഈ ഒരു റീജിയൻ എത്ര മുകളിലേക്ക് പോയി, അല്ലെങ്കിൽ എൻ ടൈപ്പിന്റെ ഈ ഒരു റീജിയൻ എത്ര താഴേക്ക് വന്നു, ഇതെന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താ? ഈ V0 ആണല്ലേ. അപ്പം എൻ ടൈപ്പ് എത്ര താഴേക്ക് വന്നു? അവരുടെ ആ പി എൻ ജംഗ്ഷന്റെ പൊട്ടൻഷ്യൽ ബാരിയർ എനർജി, ആ ഇടയ്ക്കുള്ള ഡിപ്ലീഷൻ റീജിയന്റെ പൊട്ടൻഷ്യൽ ബാരിയർ അല്ലേ, അതിന്റെ അത്രയും എനർജിയിലല്ല പോകാൻ പറ്റത്തുള്ളൂ, അതാണല്ലോ ബാരിയർ. അപ്പൊ അത്രയും ബാരിയർ, അത്രയും ഹൈറ്റില് കണ്ടക്ഷൻ ബാൻഡ് എൻ ടൈപ്പിന്റെ താഴേക്ക് വന്നു. ഇവിടെ അത്രയും ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ എനർജിയുടെ അത്രയും ഇവരുടെ ബാൻഡ് മുകളിലേക്ക് പോയി. അതാണ് നമ്മുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് കേട്ടോ, ഈ V0. ഇനി നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ഫോർവേഡ് ബയാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ V0 മാത്രമാണോ ഉള്ളത്? അല്ല, നമ്മളൊരു വോൾട്ടേജ് V കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ V0നെ ഒപ്പോസ് ചെയ്യുവാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മളുടെ V കൂട്ടിക്കൊടുക്കുന്നതിനനുസരിച്ചിട്ട് V0ക്ക് എന്ത് സംഭവിക്കും? ഡിക്രീസ് സംഭവിക്കും. ആൻഡ് അങ്ങനെ നമ്മൾ കൂട്ടി ഒരു പോയിന്റിൽ ചെല്ലുമ്പോഴത്തേന് ഡിപ്ലീഷൻ ലെയർ ഇല്ലാണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സോ ദാറ്റ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനും മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിനും എല്ലാം അക്രോസ് ദി ജംഗ്ഷൻ ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റും, കണ്ടക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് ഓൾറെഡി ഇവിടെ നോക്ക് താന്നു, പക്ഷെ ഇത്രയും താഴത്തില്ല. നേരത്തെ ഈ V0 അളവിലാണ് ഇവിടെ ആ ഒരു ഹില്ലിന്റെ ആ ഒരു എലവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ആണോ? അല്ല, ഇവിടെ നമ്മൾ പുതിയൊരു വോൾട്ടേജും കൂടെ കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് എന്താ ചെയ്യുന്നത്? ഇത്രയും താഴേക്ക് അങ്ങ് പോകത്തില്ല. നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് ഫോർവേഡ് ബയാസ് കേസിൽ കുറച്ചുകൂടി ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്, കുറച്ചുകൂടി ഒന്ന് പൊങ്ങിയായിരിക്കും നിൽക്കുന്നത്. കണ്ടോ? അതാ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ കണ്ടോ, നേരത്തെ കണ്ടക്ഷൻ ബാൻഡ് നേരത്തെ ഒറിജിനൽ ബാൻഡ് ഇവിടെ ആയിരുന്നു, പക്ഷെ ഇത്രയും എലവേറ്റ് ചെയ്ത് താഴെ ഹില്ല് ക്രിയേറ്റ് ചെയ്ത് ഇത്രയും വന്നു. പക്ഷെ ഫോർവേഡ് ബയാസിന്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യലിനെ ഒപ്പോസ് ചെയ്ത് പതുക്കെ ഡിപ്ലീഷൻ റീജിയൻ കുറയുന്നത് കൊണ്ട് കണ്ടക്ഷൻ ബാൻഡ് കുറച്ചുകൂടി എന്താ ഒന്നുകൂടെ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ കണ്ടക്ഷൻ ബാൻഡിന്റെ വാലൻസ് ബാൻഡിന്റെ ഇടയ്ക്കാണല്ലോ നമ്മുടെ ഫെർമി എനർജി ലെവൽ നിൽക്കുക. അപ്പൊ കണ്ടക്ഷൻ ബാൻഡ് ഒന്ന് പൊങ്ങുമ്പം ഫെർമി എനർജി ലെവൽ അതിന്റെ കൂടെ ഒന്ന് അപ്പാവും. കണ്ടക്ഷൻ ബാൻഡ് പൊങ്ങുന്നത് പോലെ തന്നെ വാലൻസ് ബാൻഡിന് എന്ത് സംഭവിക്കും? വാലൻസ് ബാൻഡ് ഒരു ചെറിയ ഷിഫ്റ്റ് താഴേക്ക് വരും. കണ്ടോ, ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് മുകളിലേക്ക് പൊങ്ങുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക, ഇവിടുത്തെ ഈ VP ബാൻഡ് കുറച്ച് താഴേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക. ഇതാണ് ഫോർവേഡ് ബയാസ് ജംഗ്ഷനിൽ നടക്കുന്നത്. കാരണം എൻ റീജിയണിൽ ഇലക്ട്രോൺസ് ഇപ്പോൾ ഉണ്ട്, ഫോർവേഡ് ബയാസിംഗ് അല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ എന്നിൽ അങ്ങോട്ട് കൂടും, ഹോളിന്റെ കോൺസെൻട്രേഷൻ
പിയിലും അങ്ങോട്ട് കൂടും. കാരണം ഫോർവേഡ് ബയാസിങ് ആണ് കൊടുക്കുന്നത്. ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ അതാത് ഏരിയാസിൽ കൂടി നിൽക്കും നന്നായിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ബാൻഡ് ഒന്ന് ടോപ്പ് ആവും, ഹോളിന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന ബാൻഡ് ഒന്ന് താഴേക്ക് വരും. അതുകൊണ്ടാണ് ഈ CN ഇവിടെ കുറച്ചൊന്ന് പൊങ്ങി, ഈ VP ഇവിടെ കുറച്ചൊന്ന് താന്നു. അപ്പൊ നമുക്കറിയാം എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഫെർമി എനർജി ലെവൽ എപ്പോഴും കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ടടുത്തായിരിക്കും. അപ്പൊ കണ്ടക്ഷൻ ബാൻഡ് കുറച്ചൊന്ന് പൊങ്ങുമ്പോൾ ഈ ഫെർമി എനർജി ലെവലും അതിന്റെ കൂടെ ഒന്ന് പൊങ്ങും. ബാലൻസ് ബാൻഡ് കുറച്ചൊന്ന് താഴുമ്പോൾ ഫെർമി എനർജി ലെവലും അതിന്റെ കൂടെ കുറച്ചൊന്ന് താഴും. അപ്പൊ ഇവിടെ എന്താ ഹാപ്പൻ ചെയ്യുക, നമുക്ക് നേരത്തെ സിങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു എന്നിന്റെയും പിയുടെയും ഫെർമി ലെവൽ ഇങ്ങനെ ഒരുമിച്ചാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ അങ്ങനല്ല, ഒരു സ്റ്റെപ്പ് ലൈക്ക് സ്ട്രക്ചറിലാണ് ഫെർമി എനർജി ലെവൽ നിൽക്കുക. കണ്ടോ ഇനി ഇവരുടെ ഡിഫറൻസ് എന്താ, ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ വി എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, നമ്മൾ എത്ര വോൾട്ടേജ് കൊടുക്കുന്നോ ആ വോൾട്ടേജിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫെർമി എനർജിയുടെ ഡിഫറൻസ്. കണ്ടോ ഈ V ആണ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. നമ്മൾ 5 വോൾട്ടാ കൊടുത്തിട്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ EFN ആൻഡ് EFP. കണ്ടോ ഇനിയും ഇത് എത്ര മുകളിലേക്ക് പൊങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഈ V0 അത്ര അളവിലുള്ള ഹില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ V0 -V കണ്ടോ, ഒരു V എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് നമ്മൾ കൊടുത്തത് കൊണ്ട് നമ്മളുടെ കണ്ടക്ഷൻ ബാൻഡ് അത്രയും അങ്ങോട്ട് താന്നു പോയില്ല. നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിന്റെ പൊട്ടൻഷ്യൽ ബാരിയറിനെ ഒക്കെ ഒപ്പോസ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് നമ്മൾ കൊടുത്തത്. അപ്പം നമ്മുടെ ബാൻഡ് എന്താ ചെയ്യുക, അത്രയും അങ്ങ് സ്റ്റീപ്പ് ആവത്തില്ല, നമ്മുടെ ബാൻഡ് കുറച്ചുകൂടി ഒന്ന് പൊങ്ങിയായിരിക്കും നിൽക്കുക. ഇതാണ് എനർജി ബാൻഡ് ഡയഗ്രാമോ ഫോർവേഡ് ബയാസ് പി എൻ ജംഗ്ഷൻ. അപ്പം ഈ ഡയഗ്രാം ആണ് കേട്ടോ നമ്മുടെ ഫോർവേഡ് ബയാസിന്റെ, ഈ താഴത്തെ ഡയഗ്രാം ആണ്. മറ്റേത് ഇക്വിലിബ്രിയമായിട്ട് നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് തന്നത്. ഇനി അടുത്തത് നമ്മൾ റിവേഴ്സ് ബയാസിന്റെ കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഈ കമ്പയർ സ്റ്റഡി തരത്തില്ല. ഇതിപ്പം ഫസ്റ്റ് ഇത് തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടിയല്ലോ. അപ്പൊ പിന്നെ അടുത്തത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ നമുക്കിനിയും റിവേഴ്സ് ബയസ് കണ്ടീഷൻ നോക്കാം. റിവേഴ്സ് ബയസ്ഡ് പി എൻ ജംഗ്ഷൻ. റിവേഴ്സ് ബയസ്ഡ് പി എൻ ജംഗ്ഷനും എളുപ്പമാണ്. ഇവിടെ നോക്കിക്കേ, റിവേഴ്സ് ബയസ്ഡ് കേസിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ അവിടെ നമ്മൾ നെഗറ്റീവ് ടെർമിനൽ, പി പോസിറ്റീവ്, ഹോൾ അല്ലേ കൂടുതൽ, പി പോസിറ്റീവ് ആൻഡ് പോസിറ്റീവിനെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യുന്നു, നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെ എൻ ടൈപ്പിനെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു, പി ടൈപ്പിനെ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കറിയാലോ പി എൻ ജംഗ്ഷൻ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇൻസൈഡ് ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഫോം ചെയ്യുന്നുണ്ട്. ഈ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ V0 ബാരിയർ പൊട്ടൻഷ്യൽ V0 എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ഇനി നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കിക്കേ, പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ബാറ്ററിയുടെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് ഇരിക്കുന്നത്, സെയിം ഡയറക്ഷനിലാണ്. കണ്ടോ രണ്ടുപേരും സെയിം ഡയറക്ഷനിലാണ്. ഇതിന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ബാരിയർ പൊട്ടൻഷ്യൽ എന്താവുക, കൂടുക അല്ലെ, രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ. അപ്പൊ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ബാരിയർ പൊട്ടൻഷ്യൽ കൂടുന്നു, ബാരിയർ പൊട്ടൻഷ്യൽ കൂടിയ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു, കണ്ടക്ഷൻ കുറയുന്നു അല്ലെ. അപ്പൊ ഇതാണ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഫോർവേഡ് ബയാസിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു എക്സ്പ്ലനേഷൻ എന്ത് പറയാം, ഇപ്പൊ ഇവിടെ എല്ലാം ആരാ, പി ടൈപ്പിലെല്ലാം ഇരിക്കുന്നത് ഹോളുകളല്ലേ, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് അവിടെ ഹോളല്ല അല്ലേ ഏറ്റവും കൂടുതലുള്ളത്. ഹോളിനെ ആര് അട്രാക്ട് ചെയ്യും, ഇവിടെ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററിയിലല്ലേ കണക്ട് ചെയ്ത്. അപ്പൊ ഹോൾ എല്ലാം ഇങ്ങോട്ടേക്ക് വരുന്നതിനനുസരിച്ച്, അപ്പൊ ഹോള് മാറുന്നതിനനുസരിച്ച് എൻ ടൈപ്പിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസിന് ഇങ്ങോട്ടേക്ക് വരാനുള്ള ചാൻസസ് കിട്ടും അല്ലെ. അപ്പൊ ഓരോ ഇലക്ട്രോണും വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ഓരോ ഹോൾസും പോകുന്നതിനനുസരിച്ചേക്ക് നമ്മുടെ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് എന്താ കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു ഫുള്ള് നമ്മുടെ പി എൻ ജംഗ്ഷൻ ഒരു വലിയൊരു ഡിപ്ലീഷൻ ലെയർ ഇവിടെ ഫോം ചെയ്തിട്ട് പിന്നീട് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടക്ഷൻ പോസിബിൾ അല്ല എന്നുള്ള ഒരു റേഞ്ചിലേക്ക് എത്തും. കണ്ടോ, അപ്പൊ ഇതാണ് നമ്മുടെ റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
നമുക്ക് എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ നോക്കാം. അപ്പൊ റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ നമ്മളിവിടെ പഠിച്ചില്ലേ, എന്തായിരുന്നു? പി ടൈപ്പ് റീജിയനെ നമ്മൾ നെഗറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യുന്നു, എൻ ടൈപ്പ് റീജിയനെ നമ്മൾ പോസിറ്റീവ് ടെർമിനലിലോട്ടും കണക്ട് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യലും ഇതിനകത്തുള്ള ബാരിയർ പൊട്ടൻഷ്യലും രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുകയായിരിക്കും. ബാരിയർ നമ്മുടെ പൊട്ടൻഷ്യൽ ബാരിയർ അങ്ങ് ഇൻക്രീസ് ചെയ്യുന്നു. കണ്ടക്ഷൻ ഇവിടെ ഹാപ്പൻ ചെയ്യാത്തൊരു ലെവലിലേക്ക് എത്തുന്നു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, ഇവിടെ എന്താ ചെയ്യാ? ഇലക്ട്രോൺസ് ഇവിടെ ഹോൾസിനെ പി റീജിയണിൽ നിന്നുള്ള മൈനോറിറ്റി ചാർജ് അല്ലെങ്കിൽ ഇവരുടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോളാ അല്ലേ. അപ്പൊ ഹോളിനെ ആരങ്ങ് അട്രാക്ട് ചെയ്യുന്നു? നെഗറ്റീവ് ആയിട്ടുള്ള ഇവർ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഓരോ ഹോൾ ഇവിടുന്ന് പോകുമ്പോഴും ഓരോ ഇലക്ട്രോണിന് വരാനുള്ള ചാൻസ് അല്ലേ. അപ്പൊ എൻ റീജിയണിൽ നിന്നും ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കുറയാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? കണ്ടക്ഷൻ ബാൻഡ് ഓഫ് എൻ റീജിയൺ ഇസ് ഷിഫ്റ്റിംഗ് ഡൗൺവേർഡ്സ് എന്നാ അല്ലേ. ഹോൾ റീജിയൻ ഇനിയിപ്പം ഹോളിന്റെ കോൺസെൻട്രേഷൻ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ബാൻഡ് സ്ട്രക്ചർ അപ്വേർഡ്സ് ആയിട്ട് ഷിഫ്റ്റ് ആവുന്നു. അപ്പൊ പി റീജിയണിൽ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു, എൻ റീജിയണിൽ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. അതുകൊണ്ട് തന്നെ എൻ റീജിയൻ താഴേക്ക് ഷിഫ്റ്റ് ആവും, പി റീജിയൻ മുകളിലേക്കും ഷിഫ്റ്റ് ആവും. അപ്പം കണ്ടക്ഷൻ ബാൻഡിന്റെ കൂടെ നിൽക്കുന്നതല്ലേ നമ്മുടെ ഫെർമി എനർജി ലെവൽ. അപ്പം കണ്ടക്ഷൻ ബാൻഡ് താഴേക്ക്, എൻ റീജിയൻ മൊത്തത്തിൽ താഴേക്ക് ഷിഫ്റ്റ് ആവുമ്പോൾ ഫെർമി ലെവലും കൂടെ താഴേക്ക് ഷിഫ്റ്റ് ആവും. ഇവിടെ പി റീജിയൻ മൊത്തത്തിൽ മുകളിലേക്ക് ഷിഫ്റ്റ് ആവുമ്പം വാലൻസ് ബാൻഡിന്റെ കൂടെ നിൽക്കുന്ന ഫെർമി ലെവൽ മുകളിലേക്ക് റൈസ് ആവും. കണ്ടോ? അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഫെർമി ലെവൽ ഓഫ് എൻ താഴെയായിട്ടും ഫെർമി ലെവൽ ഓഫ് പി മുകളിലായിട്ടും നിൽക്കും. ആൻഡ് ഇവരുടെ ഈ ഹില്ലുണ്ടല്ലോ, നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് നേരത്തെ നിന്നെടുത്തു നിന്ന് എത്ര ഇപ്പൊ താഴേക്ക് വന്നു, ഇത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മൾ കൊടുക്കുന്ന ആ വോൾട്ടേജ് അല്ലേ, ഇ ഓഫ് വി സീറോ പ്ലസ് വി. അപ്പൊ നമ്മൾ ഫോർവേഡ് ബയസിൽ പഠിച്ചു, ഇ ഓഫ് വി സീറോ മൈനസ് വി ആണെങ്കിൽ ഇവിടെ രണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇ ഓഫ് വി സീറോ പ്ലസ് വി ആയിട്ടായിരിക്കും മാറുക. ഇതൊക്കെ പെട്ടെന്നാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് കണക്ട് ആവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡയോഡ് ഇക്വേഷൻ ആണ്. ഡയോഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഡയോഡ് കറണ്ട് ഇക്വേഷൻ എന്നൊക്കെ പറയും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു 75% ചാൻസ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അപ്പം ഈ ഒരു ഡെറിവേഷൻ നന്നായിട്ട് പഠിച്ചോണം. അപ്പം നമ്മൾ ഈ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ കേസിൽ കറണ്ടിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കും. ആ കറണ്ടിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പി എൻ ജംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോർവേഡ് ബയാസിങ് കണ്ടീഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു പി എൻ ജംഗ്ഷൻ ആണ്. ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ രണ്ട് കേസസ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിച്ച് ക്ലോസ്ഡ് കണ്ടീഷൻ, സ്വിച്ച് ഓപ്പൺ കണ്ടീഷൻ. ഓക്കെ, നമുക്ക് എന്ത് പറയാം? ടോട്ടൽ കറണ്ട് ഓഫ് ദി ഡയോഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പി ടൈപ്പ് കണ്ടക്ടറും ഉണ്ട്, എൻ ടൈപ്പ് കണ്ടക്ടറും ഉണ്ട്. അപ്പോൾ ഹോൾ കറണ്ടും ഉണ്ട്, ഇലക്ട്രോൺ കറണ്ടും ഉണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഐ പി പ്ലസ് ഐ എൻ എന്ന് എഴുതാം. വേർ ഐ പി ഈസ് ദി ഹോൾ കറണ്ട് ആൻഡ് ഐ എൻ ഈസ് ദ ഇലക്ട്രോൺ കറണ്ട് എന്ന് പറയാം. ഇനി നമുക്ക് എഴുതാമല്ലോ, ഐ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി എൻ. ഇവിടെ കുറച്ച് നൊട്ടേഷൻസ് ഉണ്ട്, അത് ഞാൻ എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കിക്കോണം. പി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? പി എൻ എന്ന് പറഞ്ഞാൽ ഹോൾ ഡെൻസിറ്റി ഇൻ എൻ റീജിയൺ എന്നാണ് കേട്ടോ. പി കൊടുത്തിരിക്കുന്നത് ഹോളും താഴെ കൊടുത്തിരിക്കുന്ന എൻ എന്ന് പറയുന്നത് അവരുടെ റീജിയണും ആണ്. അപ്പൊ എൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇൻ പി റീജിയൺ, അങ്ങനെ ആയിരിക്കും മീൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി എൻ എന്ന് എഴുതാമല്ലോ. ഹോൾ കറണ്ട് എന്ന് പറയുന്നത് എന്താ, ഹോൾ ഡെൻസിറ്റിയുടെ ചേഞ്ചിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ ഐ എൻ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് ഇലക്ട്രോൺ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. എഴുതാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന രണ്ട് കേസസ് ആണ്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓപ്പൺ ആയിട്ടിരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്ന കണ്ടീഷൻ, ഓപ്പൺ സർക്യൂട്ട് പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ നോർമലി പി എൻ ജംഗ്ഷൻ. ബാറ്ററി ഉണ്ടെങ്കിൽ പോലും സ്വിച്ച് ഓപ്പൺ അല്ലേ, അതുകൊണ്ട് ഇവിടെ ബാറ്ററിയുടെ ഒന്നും ഇല്ല അല്ലേ. സ്വിച്ച് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ. ഇവിടെ രണ്ട് നൊട്ടേഷൻസും കൂടി വരുന്നുണ്ട്, പി പി എൻ എൻ. പി പി എന്ന് പറഞ്ഞാൽ എന്താ? പി ഹോള്, പി റീജിയൻ. അപ്പോൾ ഹോൾ ഡെൻസിറ്റി ഇൻ റീജിയൻ.
ഇലക്ട്രോൺ ഡെൻസിറ്റി ഇലക്ട്രോൺ റീജിയൻ ആണ്. ഇവിടെ എന്താ സംഭവിക്കുക നമ്മൾ കണ്ടു, ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന കേസിൽ ഇലക്ട്രോൺസും ഹോൾസും അങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഗ്രാജുവലി അവിടെ ഒരു ബാരിയർ സംഭവിക്കും, പിന്നെ ഫ്ലോ എന്ന് പറയുന്നത് ഒപ്പോസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ ഈ ഒരു പഠിച്ച റിലേഷൻസിനെയൊക്കെ നമുക്ക് ബോൾസ്മാൻ റിലേഷൻ വെച്ചിട്ട് ഹോളും ഇലക്ട്രോണും തമ്മിൽ ഒരു എക്സ്പോണൻഷ്യൽ റിലേഷൻ ആണ് അല്ലെ. എപ്പോഴും ഒരെണ്ണം കൂടുമ്പോൾ മറ്റേത് കുറയുന്നു എന്നുള്ളൊരു കണ്ടീഷനിൽ ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ട് നമുക്ക് ഇതിനെ പറയാം. അങ്ങനെയാണെങ്കിൽ പി പി ഇസ് ഈക്വൽ ടു പി എൻ ഇ റൈസ് ടു വി ബി ബൈ വി ടി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ പി പിയും പി എന്നും എന്താണെന്നുള്ള നൊട്ടേഷൻ നമ്മൾ നേരത്തെ തന്നിട്ടുണ്ട്, അത് നോക്കിക്കൊള്ളുക. ഇനിയും വി ബി എന്ന് പറഞ്ഞാൽ എന്താ, വി ബി ഈസ് ദി പൊട്ടൻഷ്യൽ ബാരിയർ. ഈ എന്താ പി എൻ ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ആ പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടല്ലോ, അതിനെ വി ബി എന്നും വി ടി എന്ന് പറയുന്നത് വോൾട്ട് ഇക്വിവാലന്റ് ടെമ്പറേച്ചർ. വോൾട്ട് ഇക്വിവാലന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺസും ഹോൾസും ജംഗ്ഷൻ എക്രോസ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു തെർമൽ ആയിട്ടുള്ള ഒരു ഇത് ക്രിയേറ്റ് ആവുമല്ലോ, ടെമ്പറേച്ചർ ക്രിയേറ്റ് ആവുമല്ലോ, അതിനെയാണ് നമ്മൾ വോൾട്ട് ഇക്വിവാലന്റ് ടെമ്പറേച്ചർ വി ടി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. പി പി ഇസ് ഈക്വൽ ടു പി എൻ ഇ റൈസ് ടു വി ബി. എക്സ്പോണൻഷ്യൽ ആണ്, രണ്ടും എക്സ്പോണൻഷ്യലി ഡിപ്പെൻഡന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത്, വെൻ സ്വിച്ച് ഈസ് ഓപ്പൺ വി ബി ഈസ് ഈക്വൽ ടു വി സീറോ. ഒന്നുമില്ല, നമ്മൾ ഇത്രയും നേരം പഠിച്ചത് തന്നെ. പൊട്ടൻഷ്യൽ പി എൻ ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് ഫോർവേഡോ റിവേഴ്സോ ബയോസോ ഒന്നുമില്ല, ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത കണ്ടീഷനിൽ, അൺബയാസ്ഡ് കണ്ടീഷനിൽ ബാരിയർ വോൾട്ടേജിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്, വി സീറോ എന്നല്ല ഇത്രയും നാളെ റെപ്രസെന്റ് ചെയ്തത്. അപ്പം വി ബി മാറ്റിയിട്ട് നമ്മൾ ഇവിടെ എന്താക്കി, നമ്മുടെ പഴയ വി സീറോ നൊട്ടേഷൻ തന്നെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് ഇക്വേഷൻ 1നെ നമുക്ക് പി പി ഇസ് ഈക്വൽ ടു പി എൻ ഇ റേസ് ടു വി നോട്ട് ബൈ വി ടി ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. അപ്പൊ നമ്മുടെ കേസ് 1 കഴിഞ്ഞു. ഇനി കേസ് 2 കൺസിഡർ ചെയ്യാൻ പോവാ. സ്വിച്ച് ക്ലോസ് ചെയ്തു. സ്വിച്ച് ക്ലോസ് ചെയ്തപ്പോൾ നമ്മുടെ ബാറ്ററി ഫോർവേഡ് ബയാസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. പിയിലേക്ക് പോസിറ്റീവും എന്നിലേക്ക് നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ഫോർവേഡ് ബയാസ് ആണെന്ന് പറയാം. ഫോർവേഡ് ബയാസിലെ ബാരിയർ പൊട്ടൻഷ്യൽ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നല്ലോ. വി ബി ഇസ് ഈക്വൽ ടു എന്താ, വി സീറോ മൈനസ് വി ആ, എന്ന് വെച്ചാൽ ബാരിയർ പൊട്ടൻഷ്യലിനെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഒപ്പോസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ബിനെ എങ്ങനെ എഴുതാം, ഇപ്പം വി സീറോ മൈനസ് വി എന്ന് എഴുതാം. ബാരിയർ പൊട്ടൻഷ്യൽ കുറയുക അല്ലെ, അതുകൊണ്ട്. ഇനിയും with forward bias the hole density in n region increases from അല്ലെ, n റീജിയണിലുള്ള ഹോളിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹോളിന്റെ ഡെൻസിറ്റി എന്താവുക, n റീജിയണിലുള്ള ഹോളിന്റെ ഡെൻസിറ്റി ഇപ്പൊ എന്തായി, ഫോർവേഡ് ബയാസ് ചെയ്തപ്പം ഇൻക്രീസ് ആയി അല്ലെ. ഇൻക്രീസ് ചെയ്തിട്ട് പി എൻ പ്ലസ് ഡെൽറ്റ പി, ആ ഒരു ഇൻക്രീസിനെയാണ് നമ്മൾ ഡെൽറ്റ പി എൻ വെച്ചിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫോർവേഡ് ചെയ്തപ്പോൾ ഹോൾ ഇവിടെ കൂടും, ഇലക്ട്രോൺ അവിടെ കൂടും. അപ്പൊ അതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1നെ നമുക്കിപ്പോൾ എങ്ങനെ എഴുതാം, പി പി ഇസ് ഈക്വൽ ടു നമുക്കിപ്പോൾ കിട്ടിയ സബ്സ്റ്റിറ്റ്യൂഷനെ നമ്മൾ കൊടുത്തു, പി എൻ പ്ലസ് ഡെൽറ്റ പി എൻ ഇ റേസ് ടു വി സീറോ മൈനസ് വി ബൈ വി ടി എന്ന് കൊടുത്തു. ഓക്കെ, ശരി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഇ റേസ് ടുനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. പി പി ഇസ് ഈക്വൽ ടു പി എൻ പ്ലസ് ഡെൽറ്റ പി എൻ ഇ റേസ് ടു വി മൈനസ് വി സീറോ ബൈ വി ടിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇ റേസ് ടു വി സീറോ ബൈ വി ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് വി ബൈ വി ടി സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, അത്രയേ ഉള്ളൂ. ഇനിയും ആ ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 3ഉം ഒന്ന് നോക്കിക്കേ. ഇക്വേഷൻ നമ്പർ 2 നോക്കിയാലും ഇക്വേഷൻ നമ്പർ 3 നോക്കിയാലും എൽ എച്ച് എസ് എന്താ കിടക്കുന്നത്, പി പി തന്നെയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ എച്ച് എസിനെ ഇക്വേറ്റ് ചെയ്യാമല്ലോ. ആർ എച്ച് എസിനെ ഇക്വേറ്റ് ചെയ്തു. അപ്പൊ അവിടുത്തെ ആർ എച്ച് എസ് പി എൻ ഇ റേസ് ടു വി സീറോ ബൈ വി ടി, ഇവിടുത്തെ ആർ എച്ച് എസ് പി എൻ പ്ലസ് ഡെൽറ്റ പി എൻ ഇ റേസ് ടു വി സീറോ ബൈ വി ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് വി ബൈ വി ടി. ഇത് രണ്ടും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ഇനിയും ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ട്, എൽ എച്ച് എസിലും ഒരു ഇ റേസ് ടു വി സീറോ ബൈ വി ടി ഉണ്ട്, ആർ എച്ച് എസിലും ഒരു ഇ റേസ് ടു വി സീറോ ബൈ വി ടി ഉണ്ട്. കട്ട് ചെയ്ത് കളയാലോ, രണ്ടും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു. therefore pn is equal to pn plus delta pn e raised to minus vb by vt എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തു, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ മാറ്റിയപ്പം pn e raised to minus ev by et. അപ്പൊ റീഅറേഞ്ച് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇത് ഒന്നുമില്ല, ഇവിടെ കണ്ടോ ഇ റേസ് ടു മൈനസ് വി ബി ബൈ വി ടി ഇല്ലേ, ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി.
അപ്പം ഇ റേസ് ടു മൈനസ് ആണ്, ഇപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ അത് എന്താവും, ഇ റേസ് ടു പ്ലസ് ആവത്തില്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ഇ റേസ് ടു മൈനസ് വി ബൈ വി ടിനെ ഇപ്പത്തേക്ക് കൊണ്ടുവന്നപ്പം പി എൻ ഇ റേസ് ടു വി ബൈ വി ടി ഈസ് ഈക്വൽ ടു പി എൻ പ്ലസ് ഡെൽറ്റ പി എൻ കേട്ടോ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പേനയും ബുക്കുമായിട്ടൊക്കെ ഇരിക്കുക, ചെയ്ത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ എന്തൊക്കെയോ അക്ഷരങ്ങൾ എഴുതി വെച്ചേക്കുന്നത് പോലെ തോന്നത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഡെൽറ്റ പി എൻ എന്ന് പറയുന്നത് പി എൻ ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് പി എൻ എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, ഇനി ഇവിടെ എന്താ, പി എൻ കോമൺ ഉണ്ട്, കോമൺ എടുത്തു. ഡെൽറ്റ പി എൻ ഇസ് ഈക്വൽ ടു പി എൻ ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1 ഇക്വേഷൻ നമ്പർ 4 എന്ന് കിട്ടി. ഇനിയും ഇക്വേഷൻ 2 എന്തായിരുന്നു, ഇക്വേഷൻ 2 പറയുന്നത് പി ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു വി സീറോ ബൈ വി ടി എന്നാണ്. അപ്പൊ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് പി ഇസ് ഈക്വൽ ടു മാറ്റിയിട്ട് നമ്മൾ പി എൻ ആക്കിയപ്പോഴത്തേക്കും ഇ റേസ് ടു ഇപ്പുറത്ത് പോയി മൈനസ് വന്നു. ഓക്കെ, അപ്പൊ പി എൻ അത് നോക്കിയാൽ മതി കേട്ടോ. പി എൻ ഇസ് ഈക്വൽ ടു പി പി ഇ റേസ് ടു മൈനസ് വി സീറോ ബൈ വി ടി എന്നുള്ളത് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 5 ആണ്. ഇനിയും എന്താ ചെയ്യാൻ പോകുന്നത്, പുട്ടിങ് ഇക്വേഷൻ 5, നമുക്ക് ഈ കിട്ടിയ 5നെ നമ്മൾ 4ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും ഡെൽറ്റ പി എൻ ഈസ് ഈക്വൽ ടു പി എന്നിന്റെ അവിടെ നമ്മുടെ പുതിയ വാല്യൂ കൊടുത്തു, ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1 ഇക്വേഷൻ നമ്പർ 6 കിട്ടി. ഓക്കെ, ഈ ഇക്വേഷനെയാണ് നമ്മൾ ഇനി അടുത്ത സ്ലൈഡിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഡെൽറ്റ പി എന്നിനെ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്ലൈഡിൽ എഴുതിയത് ഓർമ്മയുണ്ടോ, ഡെറിവേഷന്റെ ഡെൽറ്റ പി എൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കറണ്ടിന്റെ വാല്യൂ ഡെൽറ്റ പി എൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ പി അല്ലേ. അത് നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് അപ്പം പി എൻ മാറ്റിയിട്ട് നമ്മൾ അവിടെ ഐ പി എന്ന് കൊടുത്തു, ഡെൽറ്റ പി എന്നിനെ മാറ്റി ഐ പി കൊടുത്തിട്ടു. therefore ഐ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി പി ഇ റേസ് ടു മൈനസ് വി സീറോ ബൈ വി ടി ബ്രാക്കറ്റിൽ ഈ വി ബൈ വി ടി മൈനസ് 1 എന്ന് കിട്ടി. ഓക്കെ, ഇനിയും പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റാൻ നമുക്ക് എന്തായാലും ഒരു കോൺസ്റ്റന്റ് വേണം. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റിയുടെ കൂടെ പി പി ഇ റേസ് ടു മൈനസ് വി സീറോ ബൈ വി ടി, കാരണം ഇതെല്ലാം കോൺസ്റ്റന്റുകളാണ്, അതുകൊണ്ട് ഇതിനെ എല്ലാത്തിനെയും കൂടെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഐ എസ് പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൊട്ടേഷൻ കൊടുത്തു. ഐ എസ് പി ഇസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഓക്കെ, സിമിലർലി ഐ എൻ എങ്ങനെ എഴുതാം, ഐ പിനെ ഐ എസ് പി ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1 എന്ന് എഴുതാമെങ്കിൽ ഐ എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം, എസ് പി. അപ്പൊ ഐ എൻ ആവുമ്പോൾ ഐ എസ് എൻ ആവും, അത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മളൊന്ന് ഓർഡർ മാറ്റുന്നേ ഉള്ളൂ, ജസ്റ്റ് നമ്മൾ ഈ ഒരു സിമിലർ ആയിട്ട് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഹോൾ കറണ്ടും കിട്ടി, ഇലക്ട്രോൺ കറണ്ടും കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറണ്ട് എന്ത് എഴുതാം, കൂട്ടാവല്ലോ, ഐ ഇസ് ഈക്വൽ ടു ഐ പി പ്ലസ് ഐ എൻ. I is equal to ISP e raised to v by vt minus 1 plus ISN e raised to v by vt minus 1. Okay, ഇനി അടുത്തത് നോക്കിക്കേ, നമ്മൾ കോമൺ ആക്കി എടുത്തു. ISP e raised to v by vt minus 1നെ കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ ബാക്കി ആരുണ്ട്, ISP plus ISN. ഇനി ഐ എസ് പിനെ ഐ എസ് എന്നിനെയും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു നൊട്ടേഷൻ കൊടുക്കുകയാണ്, ഐ ഒ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഐ എസ് പി പ്ലസ് ഐ എസ് എൻ ഇസ് ഈക്വൽ ടു ഐ ഒ, വേർ ഐ ഒ ഇസ് നോൺ ആസ് ദി റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആട്ടോ, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയും. ഇനിയും ഇവിടെ കണ്ടോ, നമുക്ക് ഡയോഡ് കറണ്ട് ഇക്വേഷൻ കിട്ടി. ഐ ഇസ് ഈക്വൽ ടു ഐ എസ് പി പ്ലസ് ഐ എസ് എൻ എന്ന് എന്തോട്ട് കൊടുത്തു, ഐ സീറോ കൊടുത്തു, ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1. ദിസ് ഈസ് ദി ഡയോഡ് കറണ്ട് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഡയോഡിന്റെ കറണ്ട് ഇക്വേഷൻ. ഇതിൽ നമുക്ക് വോൾട്ടേജ് ഇക്വേഷനും ഡിറൈവ് ചെയ്തെടുക്കാം. ഐ മാറ്റി വി ആക്കുമ്പോൾ നമുക്ക് വോൾട്ടേജും ആക്കി എടുക്കാം, പക്ഷെ നമുക്ക് തൽക്കാലം ഇത് മതി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഡയോഡിന്റെ കറണ്ട്, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഐ എന്ന് പറയുന്നത് ഡയോഡ് കറണ്ട്, ഐ സീറോ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്, വി എന്ന് പറയുന്നത് വോൾട്ടേജും മറ്റേത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടില്ലേ, തെർമൽ ആ ഒരു വോൾട്ടേജ് ആണ്, വോൾട്ട് ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ. അപ്പം വി സപ്ലൈ വോൾട്ടേജ് ആണ്. സപ്ലൈ വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, റിവേഴ്സ് ബയാസ് ആണെങ്കിൽ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനിയും നമുക്ക് മെറ്റീരിയലിന്റെ കോൺസ്റ്റന്റ്, നമ്മൾ ഏത് മെറ്റീരിയൽ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു മെറ്റീരിയൽ കോൺസെൻട്രേഷൻ ഈറ്റയും കൂടി കൊടുക്കാം. കണ്ടോ, ഐ ഇസ് ഈക്വൽ ടു ഐ സീറോ ഇ റേസ് ടു വി ബൈ ഈറ്റ Vt minus 1, where eta is the material constant. ജെർമേനിയം ആണെങ്കിൽ ഈറ്റയുടെ വാല്യൂ നമ്മൾ 1 കൊടുക്കും,
സിലിക്കൺ ആണെങ്കിൽ ഈറ്റയുടെ വാല്യൂ നമ്മൾ 2 കൊടുക്കുക. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്, കുറച്ചൊന്ന് ചെയ്യാനുണ്ട്, ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. പല രീതിയിൽ പലയിടത്തും കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് പേഴ്സണലി എളുപ്പമെന്ന് തോന്നിയ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ചെയ്ത് നോക്കുക. ഓക്കെ, ഇനിയും ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ഇതിനകത്തെ ലാസ്റ്റ് ടോപ്പിക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ PN ജംഗ്ഷൻ. ഇതെല്ലാം നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിനകത്ത് എക്സ്ട്രാ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പം VI ക്യാരക്ടറിസ്റ്റിക്സ് അപ്പുറത്തെ സ്ലൈഡിൽ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഇതിൻ്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഈ ഫിഗറിലുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ അപ്പുറത്തെ നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നമുക്കറിയാം ഒരു PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു PN ജംഗ്ഷൻ 3 റീജൺസിലായിരുന്നു വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. സീറോ ബയസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഫോർവേഡോ റിവേഴ്സോ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് PN ജംഗ്ഷൻ. അത് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, നമ്മളൊരു PN ജംഗ്ഷനിലേക്ക് ഒരു വോൾട്ടേജ് കണക്ട് ചെയ്തു സച്ച് ദാറ്റ് N എന്ന് പറയുന്ന റീജൺ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയും P എന്ന് പറയുന്ന റീജൺ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലോട്ടും കണക്ട് ചെയ്ത് ഫോർവേഡ് ബയസ് ചെയ്തു. ഇതിനെ നേരെ തിരിച്ചു വെക്കുമ്പോൾ റിവേഴ്സ് ബയസ് ആയി. N is connecting to the positive terminal and P is connecting to the negative terminal, reverse bias ആയി. അപ്പോൾ ഈ 3 ബയസിങ് കണ്ടീഷനും നമ്മൾ ഒറ്റൊരു VI ക്യാരക്ടറിസ്റ്റിക്സിൽ ഇവിടെ പറയുക. ഓക്കെ, അപ്പം VI ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വോൾട്ടേജിനെ നമ്മൾ എക്സ് ആക്സസിലും കറണ്ടിനെ നമ്മൾ Y ആക്സിസിലും കൊടുത്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിനകത്തെ പോസിറ്റീവ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഉണ്ടല്ലോ, വിയുടെ പോസിറ്റീവും ഐയുടെ പോസിറ്റീവും ടെർമിനൽ, ഈ റീജണിനെ നമ്മൾ ഫോർവേഡ് ബയാസിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഐയുടെ നെഗറ്റീവ് ഡയറക്ഷനും വിയുടെ നെഗറ്റീവ് ഡയറക്ഷനും അത് നമ്മൾ റിവേഴ്സ് ബയാസിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക. നമ്മൾ ഒരുമിച്ചാണ് വരച്ചിരിക്കുന്നത്, ചിലരിത് സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കും, നമുക്കിത് ഒരുമിച്ച് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനിയും നമുക്കറിയാം PN ജംഗ്ഷനകത്ത് എങ്ങനെയാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ട് വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യുക. വോൾട്ട് മീറ്ററിനെ നമ്മൾ PN ജംഗ്ഷന് പാരലായിട്ടും അമ്മീറ്ററിനെ നമ്മൾ PN ജംഗ്ഷന് സീരീസ് ആയിട്ടും കണക്ട് ചെയ്യുന്നു. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണല്ലോ അമ്മീറ്റർ, എങ്കിലല്ല കറണ്ട് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പാരലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണല്ലോ വോൾട്ട് മീറ്റർ, എങ്കിൽ മാത്രമേ നമുക്ക് വോൾട്ടേജും മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഐയും വിയും മെഷർ ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് എന്താ, വോൾട്ടേജ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ചിട്ട് നമ്മുടെ ഡയോഡിന്റെ കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ PN ജംഗ്ഷന്റെ കറണ്ടിന് എന്ത് സംഭവിക്കുന്നു, ഇതാണ് നമ്മൾ ഈ VI ക്യാരക്കകത്ത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാം സീറോ ബയസ്. സീറോ ബയസ് നമുക്ക് ഈ ഗ്രാഫിൽ വരയ്ക്കാൻ പറ്റത്തില്ല, കാരണം എന്താ, സീറോ ബയസിന്റെ കേസിൽ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്തുള്ള കറണ്ട് നമുക്ക് മെഷർ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ സീറോ ബയസ് ഇവിടെ നമ്മൾ കൊടുക്കുന്നില്ല. നോ അപ്ലൈഡ് വോൾട്ടേജ്, നോ കറണ്ട് ഇസ് ഫോംഡ്. ഓക്കെ, ചെറിയ കറണ്ട് ഒക്കെ ആദ്യം ഫോം ചെയ്യും, പക്ഷേ ഡ്രിഫ്റ്റും ഡിഫ്യൂഷൻ കറണ്ട് നമ്മൾ പറഞ്ഞില്ലേ, പക്ഷേ ഇൻസൈഡ് എ PN ജംഗ്ഷൻ അൺബയാസ്ഡ് കണ്ടീഷനിൽ ടോട്ടൽ കറണ്ട് ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ, രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. ഇനി അടുത്ത കണ്ടീഷനാണ് നമുക്ക് ഇവിടെ ഡ്രോ ചെയ്യേണ്ടത്, ഫോർവേഡ് ബയാസ്. അപ്പോൾ ഫോർവേഡ് ബയാസിന്റെ കേസ് എന്താ, ഓൾറെഡി നമ്മളൊരു PN ജംഗ്ഷനെ കൊണ്ടുവന്ന് അടുപ്പിച്ച് വെക്കുമ്പോഴത്തേന് ജംഗ്ഷൻ ഫോം ചെയ്യിപ്പിക്കുമ്പം അവിടെ എന്താവുന്നുണ്ട്, ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് V എന്ന് പറയുന്ന വോൾട്ടേജ്, ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ബാരിയർ പൊട്ടൻഷ്യലിനെ ബ്രേക്ക് ചെയ്യണം അല്ലേ. നമ്മൾ പതുക്കെ വോൾട്ടേജ് കൊടുത്തു, വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ആദ്യം ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല, കാരണം എന്താ, അവിടെ ആ ബാരിയർ ഇരിക്കുന്നത് കൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. പതുക്കെ നമ്മൾ വോൾട്ടേജ് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് ആ ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലീഷൻ ലെയർ കുറഞ്ഞ് ഡിപ്ലീഷൻ ലെയർ 0 ആയി കഴിയുമ്പോഴാണ് നമ്മുടെ കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നത്. അതാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ ലൈൻ. അപ്പം നമ്മൾ പതുക്കെ വോൾട്ടേജ് കൂട്ടി കൊടുക്കുന്നു, പക്ഷെ കറണ്ടിന് പ്രത്യേകിച്ച് അനക്കമൊന്നുമില്ല, കറണ്ട് ഭയങ്കര 0 അല്ലെങ്കിൽ ഈക്വൽ ടു 0-ക്കകത്തേക്കൊക്കെയാണ് കറണ്ട് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടോ കറണ്ട് ഭയങ്കരമായിട്ട് കൂടി. അതെന്താ, ഡിപ്ലീഷൻ ലെയറിനെ നമ്മളവിടെ ബ്രേക്ക് ചെയ്തു. അപ്പം ആദ്യമൊക്കെ കുറച്ച് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല, പക്ഷെ നമ്മളൊരു ഹയർ വാല്യൂ ഓഫ് വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേനും ഡിപ്ലീഷൻ ലെയറിനെ ബ്രേക്ക് ചെയ്ത് നമ്മുടെ വോൾട്ടേജ് എന്തായി, വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കറണ്ട് കൂടി. അപ്പൊ ഇത് മെറ്റീരിയലിനനുസരിച്ച് മാറും. ജെർമേനിയത്തിന്റെ കേസിൽ 0.3 വോൾട്ട് വരെ കറണ്ട് ഉണ്ടാകത്തില്ല, 0.3 വോൾട്ട് കഴിയുമ്പോഴായിരിക്കും കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ആവുക. സിലിക്കണിന്റെ കേസ് ആണെങ്കിൽ 0.7 വോൾട്ട് വരെ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല,
0.7 വോൾട്ടേജ് കഴിയുമ്പോഴായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വോൾട്ടേജിനെയാണ് നമ്മൾ നീ വോൾട്ടേജ്. അപ്പം ഇതിന് മുന്നേ ഐ ഇല്ല, ഇതിന് ശേഷമാണ് കറണ്ട് റാപ്പിഡ്ലി ഇൻക്രീസ് ആവുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫോർവേഡ് ബയാസ് ക്യാര എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ റിവേഴ്സ് ബയസിലേക്ക് വരാം. നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ബാറ്ററിനെ മാറ്റി തിരിച്ചു വെച്ചു. എന്നിന്റെ റീജിയണിലോട്ട് കണക്ട് ചെയ്തിട്ട് പോസിറ്റീവ് ടെർമിനലും പിന്റെ റീജിയണിലോട്ട് കണക്ട് ചെയ്ത് നെഗറ്റീവ് ടെർമിനലും വരച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താ ബാരിയർ പൊട്ടൻഷ്യൽ കൂടി വരും അല്ലെ. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് നമ്മുടെ ബാരിയറിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാരിയർ പൊട്ടൻഷ്യൽ കൂടി വരികയാണ്. ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്, അവിടെ ഇവിടെ ഇരിക്കുന്ന മൈനോറിറ്റി ചാർജ്, ഇപ്പം പിക്കകത്തുള്ള മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണും എന്നിനകത്തുള്ള മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസും ആണല്ലോ. ഇവരുടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നു. അതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്, കണ്ടോ. അപ്പം വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ബാരിയർ പൊട്ടൻഷ്യലും കൂടുന്നുണ്ട്. മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂലം ഇവിടെ കറണ്ട് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ അവിടെ ഒരു ചെറിയ ലീക്കേജ് കറണ്ട് ഡ്യൂ ടു മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്, അതായി കാണിച്ചിരിക്കുന്നത്. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ ചെറിയൊരു ഇതുണ്ടാവുന്നുണ്ടല്ലോ, അത് നമ്മുടെ ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂലമുള്ള കറണ്ട് ആണ്. ഇത് വളരെ ചെറിയൊരു കറണ്ട് കേട്ടോ, മൈക്രോ ആംപിയറിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന. സിലിക്കണിന്റെ കേസിൽ എന്താ ഇത്രയും, ജെർമേനിയത്തിന്റെ കേസിലൊക്കെ വളരെ ചെറിയ ഒരു കറണ്ട് ആയിരിക്കും ഇത്. ഇനി പക്ഷെ പെട്ടെന്ന് എന്താ സംഭവിക്കുക, നമ്മൾ ഇങ്ങനെ റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. നമ്മൾ ഇങ്ങനെ റിവേഴ്സ് വോൾട്ടേജ് കൊടുത്ത് ഒരു പർട്ടിക്കുലർ റീജിയണിൽ ചെല്ലുമ്പോഴത്തേന് നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് നമ്മുടെ പി എൻ ജംഗ്ഷൻ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ആവും അല്ലെ. ഇവിടെ ഒരു അവലാഞ്ച് റിയാക്ഷൻ ഉണ്ടാവും. ഇലക്ട്രോൺസിനെ ഇങ്ങനെ നമ്മളങ്ങ് എന്താ പറയാ, ഇലക്ട്രോൺസിനും ഹോൾസിനും ഒക്കെ ഒരു വെലോസിറ്റി ഒക്കെ കിട്ടി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെന്ന് ഇടിച്ച് കൊളീഷൻ നടന്ന് അവര് അങ്ങോട്ടൊരു തെർമൽ എനർജി പാസ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ആകെ മൊത്തത്തിൽ എന്താ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നു. അപ്പൊ ഈ ഒരു ബ്രേക്ക് ഡൗണിന് ശേഷം പിന്നെ ഇലക്ട്രോണിനെ ഹോളിനെ നമ്മൾ പിടിച്ചാൽ നിൽക്കത്തില്ല, ദേ ഇൻക്രീസസ്. കണ്ടോ, ഇതിനെയാണ് നമ്മൾ എന്താ സെനാർ ബ്രേക്ക് ഡൗൺ അവലാഞ്ച് റീജിയൺ എന്നൊക്കെ പറയാം. ഇത് നമ്മൾ സെനാർ ഡയോഡ് എന്ന് പറയുന്ന ഡിവൈസസിലൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ആദ്യം വോൾട്ടേജ് കൂട്ടി കൊടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ കൂടുന്നു, ബാരിയർ കൂടുന്നത് കൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് കറണ്ട് ഒന്നും വരുന്നില്ല, ചെറിയൊരു ഫീബിൾ ആയിട്ടുള്ള ഒരു കറണ്ട് ആയിരിക്കും. പക്ഷെ പെട്ടെന്ന് എന്താ, നമ്മുടെ ഡയോഡിന് ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നു. ഡയോഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം താഴേക്ക് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, ഒരു നെഗറ്റീവ് ഇൻക്രീസ് ഓഫ് കറണ്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ അവലാഞ്ച് റീജിയൺ, പെട്ടെന്നൊരു ചെയിൻ ഓഫ് റിയാക്ഷൻസ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അവലാഞ്ച് റീജിയൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ വോൾട്ടേജിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പം ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കൊടുക്കുന്നത് വരെ നമുക്ക് പ്രത്യേകിച്ച് അവിടെ കറണ്ട് ഒന്നും കിട്ടത്തില്ല. പെട്ടെന്നൊരു വോൾട്ടേജിൽ, ഇപ്പൊ സിലിക്കൺ ആണെങ്കിൽ പെട്ടെന്നൊരു വോൾട്ടേജിൽ, ജെർമേനിയം ആണെങ്കിൽ പെട്ടെന്നൊരു പർട്ടിക്കുലർ വോൾട്ടേജിൽ പെട്ടെന്നൊരു ഇൻക്രീസ് കാണിക്കും. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, നീ വോൾട്ടേജും മനസ്സിലാക്കിയിരിക്കുക, ബ്രേക്ക് ഡൗൺ വോൾട്ടേജും കറക്റ്റ് ആക്കിയിരിക്കുക. ഈ ഒരു ഷേപ്പും ഗ്രാഫിന്റെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനിയും ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു നോട്ടായിട്ട് ഞാൻ തന്നിട്ടുണ്ട്. ഇത് നോട്ട് വേണ്ടവർ ഇതൊന്ന് വായിച്ചു നോക്കുക. സീറോ ബയാസ് കണ്ടീഷനിൽ പിന്നെ ഫോർവേഡ് ബയാസ് കണ്ടീഷന്റെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ് ബയാസ് കണ്ടീഷന്റെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വി ഐ ക്യാരെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടം വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഈ പോയിന്റ്സ് കൊടുക്കുക. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് എളുപ്പമായിട്ടുള്ള കാര്യം. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ജസ്റ്റ് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സെമി കണ്ടക്ടർ ഫിസിക്സ് തീർന്നു. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത മൊഡ്യൂളിൽ നമുക്ക് വീണ്ടും